കളിയരങ്ങിൻ്റെ ഈ വേദിയിൽ കഴിഞ്ഞ മാസം ശോഭോണി കെട്ടി അരങ്ങത്ത് വരാനും ഇപ്രാവശ്യം ഒരു പ്രഭാഷകനായിട്ട് കൂടിയാട്ടത്തെ സംബന്ധിച്ച് വിശേഷിച്ച് മധ്യ കേരളത്തിലെ കൂടിയാട്ടത്തിൻ്റെ ഒരു പാരമ്പര്യത്തെപ്പറ്റി എനിക്കറിയുന്ന ചില വിഷയങ്ങൾ പങ്കുവയ്ക്കാൻ അവസരം കിട്ടിയതിൽ വളരെയധികം സന്തോഷം. വളരെ പ്രൗഢമായ ഒരു സദസ്സ്, മുൻപേ സംസാരിച്ച ഗുരുതുല്യരായിട്ടുള്ള വ്യക്തികൾ, അവർ രണ്ടുപേരും ഒപ്പം കലാമണ്ഡലത്തിൻ്റെ ബഹുമാന്യായ വൈസ് ചാൻസലറും കലകളുടെ പൊതുസ്വരൂപത്തെ പറ്റിയും ധർമ്മത്തെ പറ്റിയും പറയുമ്പോൾ ഞാൻ കൂടിയാട്ടത്തിൻ്റെ സ്വരൂപത്തിലേക്ക് കടക്കുന്നില്ല. കാരണം കൂടിയാട്ടം എന്താണ് എന്നുള്ളത് പറയാൻ പുറപ്പെട്ടാൽ വളരെ വലിയ വിശാലമായ ഒരു വിഷയമാണ്. മാത്രമല്ല ഇവിടെ ഇരിക്കുന്നതിൽ പല ആളുകളും അതിനെപ്പറ്റി അവബോധമുള്ള ആളുകളാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ അത് കൂടിയാട്ടത്തെ വിശദീകരിച്ച് സമയം കളയണം എന്ന് വിചാരിക്കുന്നില്ല. എങ്കിലും ആമുഖമായിട്ട് പറയുമ്പോൾ കൂടിയാട്ടം സംസ്കൃത നാടകാഭിനയം എന്നുള്ള നിലയിൽ പ്രസിദ്ധമാണ്. നമ്മൾ പറയുമ്പോൾ കൂത്തും കൂടിയാട്ടവും എന്നാണ് പറയുക. കൂത്ത് എന്നുള്ളത് വലിയൊരർത്ഥത്തിൽ നമ്മുടെ തമിഴ് സംസ്കാരത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു പദമാണ്. ഇവിടെ കേരളത്തിൽ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടാവുമ്പോൾ കൂത്ത് എന്നുള്ളത് കൊണ്ട് കൂടുതലായിട്ടും പ്രബന്ധക്കൂത്തിനും നങ്ങ്യാറുകൂത്തിനും നമ്മുടെ കൂടിയാട്ടത്തിനുമാണ് പ്രചാരവും പ്രാധാന്യവും ലഭിച്ചിട്ടുള്ളത്. മധ്യ കേരളത്തിൽ അല്ലെങ്കിൽ മധ്യ തിരുവിതാംകൂറിൽ കൂത്തിൻ്റെയും കൂടിയാട്ടത്തിൻ്റെയും പാരമ്പര്യം എന്നുള്ള വിഷയത്തെപ്പറ്റി ഞാൻ സുരേഷ് സാറിനോട് പറയാൻ തന്നെ കാരണം, വള്ളുവനാടിൻ്റെ ഒരു വിഷയത്തെപ്പറ്റി കഥകളിയെ സംബന്ധിച്ചുള്ളൊരു വിഷയം നോട്ടീസിൽ കണ്ടപ്പോൾ ഞാൻ സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ നമ്മുടെയും മധ്യ തിരുവിതാംകൂറിൻ്റെ അല്ലെങ്കിൽ തിരുവിതാംകൂറിൻ്റെയൊക്കെ ഒരു വലിയൊരു പാരമ്പര്യം ഈ കലകളിലൊക്കെ ഉണ്ട്. അത് നമുക്ക് നമ്മുടെ വാർദ്ധക്യം അല്ലെങ്കിൽ ഈ കലകളിലേക്കൊരു വാർദ്ധക്യം നേരത്തെ വന്നു പോയതുകൊണ്ടാണ്. ആ സമയത്ത് വള്ളുവനാട്ടിൽ അതിനൊക്കെ യൗവനമായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഇന്ന് വള്ളുവനാട്ടിൽ അതിനെ കാണാൻ സാധിക്കുകയും നമ്മുടെ പ്രദേശങ്ങളിൽ കാണാൻ പറ്റാതെയായി തീർന്നതും അതുകൊണ്ടാണ്. പക്ഷേ നമുക്ക് തിരിച്ച് ഒരു പുനർജന്മം പോലെ അത് വരാൻ സാധിക്കും. ഇത്തരം സംവാദ വേദികൾ സംഘടിപ്പിക്കുന്നതാണ് അതിന് ഏറ്റവും നല്ലത്. കാരണം നമ്മുടെ പാരമ്പര്യത്തെപ്പറ്റി അറിയുമ്പോൾ കുറേ കൂടി ആത്മവിശ്വാസം ഉണ്ടാവുകയും ആത്മാർത്ഥത ഉണ്ടാവുകയും എന്നുള്ളത് സ്വാഭാവികമാണ്. അത്തരം പ്രതിഫലനങ്ങൾ ഇപ്പോൾ തന്നെ മധ്യ തിരുവിതാംകൂറിൻ്റെ പല ഭാഗത്തായിട്ട് നടക്കുന്നു എന്നുള്ളതും വളരെ ചാരിതാർത്ഥ്യജനകമായിട്ടുള്ളൊരു കാര്യമാണ്. മധ്യ തിരുവിതാംകൂറിൻ്റെ കൂത്തുകൂടിയാട്ട പാരമ്പര്യത്തെ പറ്റി പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും ഒരു സമൃദ്ധമായൊരു പ്രദേശമാണ് കോട്ടയം. കോട്ടയത്തെ നിരവധി ക്ഷേത്രങ്ങൾ കൂത്തും കൂടിയാട്ടവും അടിയന്തരമായി നടത്തപ്പെട്ടിരുന്ന, ഇപ്പോൾ ചിലതെങ്കിലും അവശേഷിക്കുന്ന ഒരു ഭൂപ്രദേശമാണ്. കോട്ടയം മാത്രമല്ല, എൻ്റെ നാടായിട്ടുള്ള ഹരിപ്പാട് ഉൾപ്പെടുന്ന ചെങ്ങന്നൂർ മാവേലിക്കരയൊക്കെ ഉൾപ്പെടുന്ന ഓണാട്ടുകര എന്നുള്ള പ്രദേശവും ധാരാളം കൂത്തുകൂടിയാട്ട അവതരണങ്ങൾ നടന്നിരുന്ന ഒരു ഭൂപ്രദേശമാണ്. നമുക്ക് ആദ്യം പറയുമ്പോൾ അതിൻ്റെ ഒരു പാരമ്പര്യത്തെ സൂചിപ്പിക്കാൻ ആദ്യം സുരേഷ് സാറ് പറഞ്ഞതുപോലെ തന്നെ ആശ്ചര്യ ചൂടാമണിയുടെ കാര്യം പറയാം. കൂത്തും കൂടിയാട്ടവും അതിൻ്റെ ഒരു ദ്രവീഡിയൻ സ്വഭാവത്തിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന് കൂടിയ ബ്രാഹ്മണ സമൂഹത്തെ ആശ്രയിച്ച് അതൊരു ക്ലാസിക്കൽ അല്ലെങ്കിൽ ഒരു നാഗരിക സ്വഭാവത്തിലുള്ളൊരു കലയായിട്ട് രൂപപ്പെട്ടപ്പോൾ ഇതിൻ്റെ നാടോടി അല്ലെങ്കിൽ ഫോക്ലോറിൻ്റെ അംശങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഒരു ക്ലാസിക്കൽ ശാസ്ത്രീയമായ ഒരു കലയായിട്ട് ശുദ്ധി ചെയ്ത ഒരു സംസ്കൃത കലാരൂപമായിട്ട് മാറിയപ്പോൾ അത് കൂത്തമ്പലങ്ങളിലേക്ക് പ്രവേശിച്ചതൊക്കെ നമുക്ക് കാണാം, ചരിത്രത്തിൽ കാണാം. അതിനു മുൻപ് തന്നെ ഇപ്പം ഞങ്ങൾ ഇവിടെ വെച്ച് സംസാരിച്ചത് തന്നെ ഈ പടയണി പോലെയുള്ള വിഷയങ്ങളും ഒക്കെ ആയിട്ടുള്ള കൂടിയാട്ടത്തിൻ്റെ ഒരു സാദൃശ്യങ്ങളും സാമ്യങ്ങളും. ആശ്ചര്യ ചൂടാമണി നാടകം എഴുതപ്പെടുന്നത് 8-ാം നൂറ്റാണ്ടിൽ 9-ാം നൂറ്റാണ്ടിലൊക്കെയാണ് എന്നാണ് പറയപ്പെടുന്നത്. കാരണം ശക്തിഭദ്രനെ ശങ്കരാചാര്യരുടെ സമകാലികനായിട്ടാണ് ചരിത്രത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആശ്ചര്യ ചൂടാമണിയുടെ വ്യാഖ്യാതാവായിട്ടുള്ള കുപ്പുസ്വാമി ശാസ്ത്രികളൊക്കെ 8-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം അല്ലെങ്കിൽ 9-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യമായിരിക്കാം ചൂടാമണി കർത്താവിൻ്റെ കാലഘട്ടം എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ബ്രാഹ്മണ അധിനിവേശം വരുന്നു, ബ്രാഹ്മണ വ്യാപനം ഉണ്ടായപ്പോൾ ഈ ദ്രവീഡിയൻ
കൾച്ചറിൽ നിന്ന് ഇത് ബ്രാഹ്മണവൽക്കരിക്കപ്പെടുകയും ഇവിടെ ഉണ്ടായിരുന്ന ഒരു നാടകാവതരണം വളരെ സംസ്കൃതാഭിമുഖ്യമായിട്ട് മാറിത്തീരുകയും ചെയ്തതാണ് എന്ന് നമുക്ക് ചരിത്ര പശ്ചാത്തലത്തിൽ വിശ്വസിക്കേണ്ടതായിട്ട് വരും. ഈ ബ്രാഹ്മണ കുടിയേറ്റങ്ങളിൽ മധ്യ തിരുവിതാംകൂറിൻ്റെ ചെങ്ങന്നൂർ വരെയുള്ള പ്രദേശത്ത്, നമ്മൾ ചെങ്ങന്നൂർ, വെൺമണി, ആറന്മുള അല്ലെങ്കിൽ കവിയൂരൊക്കെ ഉൾപ്പെടുന്ന ഒരു പ്രദേശം ബ്രാഹ്മണ ഗ്രാമങ്ങളായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അപ്പോൾ ചെങ്ങന്നൂർ ഒരു അതിരാണ്. ചെങ്ങന്നൂർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന ചെങ്ങന്നൂർ മാത്രമല്ല, അതിന് ഈ കൊടുമൺ വരെയൊക്കെയുള്ള, പിന്നീട് അത് തിരുവിതാംകൂറിൻ്റെ ഭാഗമായിട്ട് മാറിയതാണ്. ഇളയിടത്ത് സ്വരൂപമായിട്ട് പിന്നെ അത് മാറുകയാണ്. പക്ഷേ കൊടുമൺ വരെയൊക്കെ ചെങ്ങന്നൂരിൻ്റെ പരിധിയാണ്. അങ്ങനെ ഒരു ചെങ്ങന്നൂർ ഗ്രാമക്കാരനായിരുന്നു ശക്തിഭദ്രൻ. കൊടുമൺ അന്ന് ചെങ്ങന്നൂർ ഗ്രാമത്തിൻ്റെ ഭാഗമായിരുന്നു. അതിന് മറ്റൊരു പേരുണ്ട്, ഞാൻ ഈ അവസരത്തിൽ ആ ഗ്രാമത്തിൻ്റെ പേര് ഓർക്കുന്നില്ല. ആ ഗ്രാമവാസിയായി അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമധേയം ശങ്കരൻ എന്നാണ് പറയുന്നത്. അദ്ദേഹം ശങ്കരാചാര്യരുമായിട്ട് കണ്ടുമുട്ടുകയും ആദ്യം ഈ ആശ്ചര്യചൂഡാമണി എഴുതി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്ലോകത്തിൽ ഭവതു ഭുവനഭൂതി സർവരക്ഷോവധേന എന്നുള്ള പ്രയോഗം കൊണ്ടാണ് ഭുവനഭൂതി എന്നാണ് ശങ്കരാചാര്യർ ചൂഡാമണി കർത്താവിനെ സംബോധന ചെയ്തത്. ആ കഥ പ്രസിദ്ധമാണ്, ഐതിഹ്യമാലയിലൊക്കെ ഉള്ളതാണ്. അദ്ദേഹം എഴുതിയ നാടകം തീയിട്ടതും പിന്നീട് ശങ്കരാചാര്യർ പറഞ്ഞിട്ടാണ്, അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ നിന്ന് പറഞ്ഞിട്ടാണ് ഈ സംസ്കൃത നാടകം അദ്ദേഹം വീണ്ടും എഴുതിയെടുത്തത്. ലക്ഷണയുക്തമായിട്ടുള്ള കൂടിയാട്ടത്തിൻ്റെ വേദിയിൽ ഇന്ന് അവതരിപ്പിക്കുന്നതിൽ ഏറ്റവും ലക്ഷണയുക്തമായ കൂടിയാട്ടം അല്ലെങ്കിൽ സംസ്കൃത നാടകം ആശ്ചര്യചൂഡാമണി തന്നെയാണ്. ഈ ആശ്ചര്യചൂഡാമണി കർത്താവിൻ്റെ കുടുംബം പിന്നീട് ഈ ഇല്ലാതായി തീരുകയും, ഈ ബ്രാഹ്മണ കുടുംബത്തിൽ, ഈ കുടുംബൻ സ്വരൂപത്തിൽ ഈ ബ്രാഹ്മണ കുടുംബം ഇല്ലാതാവുകയും പിന്നെ അവിടെ 2 സ്ത്രീകൾ മാത്രമായി തീരുകയും ചെയ്തു. അവരെ കോട്ടയത്തെ ഒരു ക്ഷേത്രത്തിലേക്ക് ദത്തെടുത്തു എന്നൊക്കെയാണ് ഐതിഹ്യത്തിൽ പറയുന്നത്. ഈ ശക്തിഭദ്രൻ്റെ കാലഘട്ടം മുതൽക്ക് തന്നെ മധ്യ തിരുവിതാംകൂറിന്, അപ്പോൾ മധ്യ തിരുവിതാംകൂറിനെന്ന് പറഞ്ഞാൽ പോരാ, കാരണം ദക്ഷിണ ഭാരതത്തിൽ നിന്നൊരു സംസ്കൃത നാടകം ഉണ്ടാകുന്നത് ആദ്യമായിട്ട് ശക്തിഭദ്രൻ്റെ ആണെന്നാണ് പറയുന്നത്. മത്തവിലാസമാണെങ്കിലും ഭഗവദ്ഗീതയൊക്കെ ആണെങ്കിലും അത് നാടകം അല്ല, അതും ശക്തിഭദ്രൻ്റെ കാലശേഷമാണ് എന്ന് പറയപ്പെടുന്നു. ഭാസൻ്റെ നാടകങ്ങളിൽ വളരെയധികം വാദങ്ങൾ വിവാദങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ശക്തിഭദ്രൻ്റെ നാടകം തന്നെയാണ് ആദ്യം ദക്ഷിണ ഭാരതത്തിൽ നിന്നുണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ നാന്ദിയിൽ തന്നെ നടിയും സൂത്രധാരനും, സ്ഥാപനയിൽ നടിയും സൂത്രധാരനും നമ്മളെ സംഭാഷണത്തിൽ ഇങ്ങനെ ദക്ഷിണ ഭാരതത്തിൽ നിന്ന് ഒരു നാടകം, ആശ്ചര്യചൂഡാമണി നാമ നാടക അഭിനയാമ്രേഡിത അഭിലാഷാമഹ ഇതി ശാസനം എന്ന് നടൻ പറയുന്ന സമയത്ത് നടിയുടെ ആദ്യത്തെ വാചകം തന്നെ അഹോ അത്യാഹിതം എന്നാണ്. എന്താണ് ഈ അത്യാഹിതം എന്നാണെങ്കിൽ, ആകാശത്തിൽ നിന്ന് ഒരു പുഷ്പം ഉണ്ടാകുന്നത് പോലെ അല്ലെങ്കിൽ മണൽ പിഴിഞ്ഞ് എണ്ണ ഉണ്ടാക്കുന്നത് പോലെയും പ്രയാസകരമാണ് ദക്ഷിണ ഭാരതത്തിൽ നിന്ന് ഒരു സംസ്കൃത നാടകം ഉണ്ടായി വരിക എന്നാണ് അതിൻ്റെ സ്ഥാപനയിൽ തന്നെ ആദ്യം പറയുന്നത്. അപ്പം അത്രത്തോളം പ്രാധാന്യം സംസ്കൃത നാടക ചരിത്രത്തിൽ ചൂഡാമണി നാടകത്തിനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ അത് മധ്യ തിരുവിതാംകൂറിൻ്റെ ഒരു സംഭാവനയായിട്ട് നമ്മൾ കണക്കാക്കേണ്ടതാണ്. പിന്നീട് ഈ സംസ്കൃത നാടകാഭിനയത്തിൻ്റെ വിപുലീകരണത്തിൽ കൂടിയാട്ടം ആയിട്ടത് പരിവർത്തനം ചെയ്യപ്പെട്ടതിന് ശേഷം, അല്ലെങ്കിൽ കുലശേഖരവർമ്മ തിരുമാളിൻ്റെയൊക്കെ കാലഘട്ടത്തിന് ശേഷം അത് കൂടിയാട്ട സ്വരൂപത്തിലേക്ക് മാറുകയും ക്ഷേത്ര കേന്ദ്രീകൃതമായിട്ട് മാറുകയും ചെയ്ത സമയത്ത് നിരവധി കുടുംബങ്ങളായിട്ട്, അല്ലെങ്കിൽ ഇത് അടിയന്തരമായിട്ട് ക്ഷേത്രങ്ങൾ നടത്താൻ നിശ്ചയിക്കപ്പെട്ട അധികാരപ്പെട്ട കുടുംബങ്ങളായിട്ട് മാറുകയും, അത് പെരിഞ്ചല്ലൂർ എന്ന് പറയുന്ന, നമ്മൾ പറയുന്ന തളിപ്പറമ്പ് മുതൽക്ക് ഈ മധ്യ തിരുവിതാംകൂറിൻ്റെ ഭാഗം വരെ നിരവധി കുടുംബങ്ങൾ, ചാക്യാർ കുടുംബങ്ങൾ ഉണ്ടായിത്തീരുകയും ചെയ്യും. ഈ താന്ത്രിക അവകാശം പോലെ തന്നെ ക്ഷേത്ര സംബന്ധിയായിട്ട് ഈ കുടുംബങ്ങൾക്ക് എല്ലാം ക്ഷേത്രത്തിലെ കൂത്തും കൂടിയാട്ടവും നടത്താനുള്ള അവകാശം കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ കൊടുത്ത കൂട്ടത്തിൽ മധ്യ കേരളത്തിൽ ഈ തിരുവിതാംകൂർ പ്രദേശത്ത് ഏറ്റവും പ്രബലമായിട്ടുള്ള കുടുംബം പൊതിയിൽ കുടുംബമായിരുന്നു. പൊതിയിൽ കുടുംബവും ചെറിയ പരീക്ഷ കുടുംബവും ഇന്ന് അവശേഷിക്കുന്ന, അല്ലെങ്കിൽ ഇന്ന് അംഗങ്ങളുള്ളതും കൂടിയാട്ടത്തിൻ്റെ ഭാഗമായിട്ട്, ഇപ്പോൾ ചെറിയ പരീക്ഷയിൽ ഇപ്പോൾ ആളില്ല, പൊതിയിലുണ്ട്, നിലനിൽക്കുന്ന 2 കുടുംബങ്ങൾ ഇത് 2 മാത്രമാണ്. പക്ഷേ ഈ 2 കുടുംബങ്ങൾ മാത്രമല്ല ഉണ്ടായിരുന്നത്. ചെറിയ പരീക്ഷയെ പോലെ തന്നെ ഐതിഹ്യമാലയിലൊക്കെ പറയുന്ന കുറേ കൂടി പ്രാധാന്യമുള്ളൊരു കുടുംബമായിരുന്നു വലിയ പരീക്ഷ ചാക്യാന്മാർ. ആ വലിയ പരീക്ഷ ചാക്യാന്മാർ, വലിയ പരീക്ഷ മാത്രമല്ല, നമ്മൾ പറയുമ്പോൾ
കുട്ടഞ്ചേരി മുതൽക്ക് കുട്ടഞ്ചേരി ചാക്യാരുടെ കഥ പ്രസിദ്ധമാണ്. അത് തൃശ്ശൂർ കൊച്ചി രാജ്യത്തെ കേന്ദ്രീകരിച്ചാണ്. ഒരു ബ്രാഹ്മണൻ പിന്നീട് 28ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ചാക്യാരായിട്ട് മാറുന്നത്. അദ്ദേഹത്തിൻ്റെ സമകാലികനാണ് വലിയ നാരായണ ചാക്യാർ. ടിരവി ചാക്യാരുടെ സമകാലികനാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി. അതേപോലെ കുട്ടഞ്ചേരി, അമ്മന്നൂര്, പറവൂര്, കൊയ്പ്പ, പന്തല്ലൂർ, മേക്കാട്, വലിയ പെരിഷ, അമ്പലപ്പുഴ, കഴക്കൂട്ടം, കാർത്തികാമറ്റം, ചെറിയ പെരിഷ, പൊതിയില്, തോട്ടം, മാങ്ങാനം, ഏവൂര്, മണലിക്കര, പെരിഞ്ചല്ലൂര്, തളിയിൽ, ഇങ്ങനെ 18 കുടുംബങ്ങളെ പറ്റിയിട്ടാണ്, ചാക്യാർ കുടുംബങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ പല കുടുംബങ്ങളും മറ്റു കുടുംബങ്ങളുമായിട്ട് സംബന്ധം വരികയും അവിടെ ആളില്ലാണ്ട് വന്ന് വേറൊരു കുടുംബത്തിൽ ലയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇല്ലാതായിട്ടുള്ളതാണ് വലിയ പെരിഷ കുടുംബം, അമ്പലപ്പുഴ കുടുംബം, കഴക്കൂട്ടം. ഈ വലിയ പെരിഷയും അമ്പലപ്പുഴയൊക്കെ പിന്നീട് കഴക്കൂട്ടത്തേക്ക് താമസം മാറ്റുകയാണ്. അതേപോലെ തന്നെ കാർത്തികാമറ്റം കുടുംബം, അത് ആലുവ കേന്ദ്രീകരിച്ചുള്ളതാണ്. ചെറിയ പെരിഷ എന്ന് പറയുന്നത് കോട്ടയത്ത് തന്നെയുള്ള കിടങ്ങൂരാണ്. പൊതിയിൽ കുടുംബത്തിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ശരിക്കും ആലുവയ്ക്ക് അടുത്തുള്ള ചൊവ്വരയ്ക്ക് അടുത്തുള്ള വെള്ളാരപ്പള്ളി എന്നുള്ളൊരു പ്രദേശമാണ്. അവരവിടുന്ന് ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് ഇങ്ങോട്ട് വന്നതാണ് എന്നാണ് പറയുന്നത്. പക്ഷെ അതിന് മുമ്പ് തന്നെ മാങ്ങാനത്ത് ഒരു ചാക്യാർ കുടുംബത്തിൻ്റെ ശാഖ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കണം. കാരണം ഈ മാങ്ങാനം ശാഖയും പൊതിയിൽ ശാഖയും ഒക്കെ കൂടി ഒന്നായി ചേർന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത് ഇന്നത്തെ പൊതിയിൽ കുടുംബം. വലിയൊരു ശാഖയായിട്ട് അത് മാറുകയും അതിന് കാരണം ഒന്ന് മാങ്ങാനത്തിൻ്റെ പറയുമ്പോൾ നമ്മൾ ശിവവിലാസം കാവ്യം എഴുതിയിട്ടുള്ള ദാമോദര ചാക്യാർ, അദ്ദേഹം ഏവൂര്, അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു കുടുംബം ഉണ്ടായിരുന്നു. അതാണ് ഏവൂര് കുടുംബം എന്ന് കണക്കാക്കുന്നതെന്നാണ് എൻ്റെ തോന്നൽ. കാരണം ഈ മാങ്ങാനം ശാഖയുടെ തന്നെ ഒരംശമായിരുന്നു ഏവൂര്, ഹരിപ്പാട് അടുത്തുള്ള ഏവൂരുണ്ടായിരുന്നു. കാരണം അദ്ദേഹം കായംകുളം രാജാവിൻ്റെ, രാമവർമ്മ രാജാവിൻ്റെ ആശ്രിതനായിരുന്നു ഈ ദാമോദര ചാക്യാർ. അദ്ദേഹം കൂത്ത് കൂടിയാട്ടത്തിൽ മാത്രമല്ല പ്രസിദ്ധി, അദ്ദേഹം കവി കൂടിയായിരുന്നു. ശിവവിലാസം എന്ന് പറയുന്ന ഒരു സംസ്കൃത കാവ്യം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആ ശിവവിലാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടുള്ളത് കണ്ടിയൂര്, ഓണാട്ടുകരയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമായിട്ടുള്ള കണ്ടിയൂര്. ഒരുപക്ഷെ ഓണാട്ടുകരയിലെ ഏറ്റവും പഴയ ക്ഷേത്രവും കണ്ടിയൂര് തന്നെയായിരിക്കും. ചരിത്രം നമ്മൾ അന്വേഷിക്കുമ്പോൾ കണ്ടിയൂരിനാണ് പഴക്കം കൂടാനുള്ള സാധ്യത. ധാരാളം ക്ഷേത്രങ്ങളുള്ളൊരു പ്രദേശമാണല്ലോ ഓണാട്ടുകര എന്ന് പറയുന്നത്. കായംകുളം രാജാവ് തന്നെ പണി കഴിപ്പിച്ചിട്ടുള്ള ധാരാളം ക്ഷേത്രങ്ങൾ. ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, അതേപോലെ തന്നെ കണ്ടിയൂര്, മാവേലിക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, ഈ 1-2 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ തന്നെയാണ് മഹാക്ഷേത്രങ്ങൾ, പഞ്ചപ്രാസാദങ്ങളൊക്കെ തന്നെയുള്ള നിരവധി ക്ഷേത്രങ്ങളുള്ളത്. ആ കണ്ടിയൂര് ക്ഷേത്രത്തിലെ ഭഗവാനെ പറ്റിയിട്ടാണ്, അവിടെ കിരാതമൂർത്തിയുടെ പ്രതിഷ്ഠയാണ് ശിവവിലാസത്തിൽ പ്രതിപാദിക്കുന്നത്. അവിടുത്തെ രാമവർമ്മ മഹാരാജാവിൻ്റെ മകള് ഉണ്ണിയാടിയുടെയും കൊച്ചി രാജ്യത്തെ മഹാരാജാവിൻ്റെയും വിവാഹത്തെ പറ്റിയിട്ടാണ് ഈ കാവ്യത്തിലെ വിഷയം, ശിവവിലാസത്തിൽ. അപ്പോൾ ഈ ദാമോദര ചാക്യാർ മാങ്ങാനം കുടുംബത്തിലെയാണ്. അദ്ദേഹത്തിൻ്റെ അംശം, അദ്ദേഹം താമസിച്ചിരുന്നത് ഒരു എരുവ എന്ന് പറയുന്ന, കായംകുളത്തിനടുത്തുള്ള എരുവ എന്നുള്ള, അവിടെയായിരുന്നു ആദ്യം കായംകുളം രാജാവിൻ്റെ കൊട്ടാരം, അവിടെയായിരുന്നു അദ്ദേഹത്തിൻ്റെയും താമസം. അതുപോലെ തന്നെ ഈ പൊതിയിൽ കുടുംബത്തിൻ്റെ മറ്റ് ശാഖകൾ നമ്മൾ ഈ ഏവൂരേക്ക് വന്നതുപോലെ തന്നെ നാവായിക്കുളം, തിരുവനന്തപുരത്തുള്ള നാവായിക്കുളം എന്നുള്ള പ്രദേശത്തേക്കും പോവുകയും അവിടെയും ഇതിൻ്റെ ഒരു ശാഖ, ഒരംശം ഉണ്ടാവുകയും ചെയ്യും. അതായത് ഈ പൊതിയിൽ കുടുംബത്തിൻ്റെ അടിയന്തരങ്ങൾ വളരെ വിപുലമായിട്ടുള്ളതാണ്. അങ്ങനെ വിപുലമായിട്ടുള്ളത് കൊണ്ട് തന്നെ ഇവിടുന്ന് തിരുവനന്തപുരം വരെ നീണ്ടു നിൽക്കുന്ന ധാരാളം നിരവധി ക്ഷേത്രങ്ങളിലെ ഒരു അടിയന്തര അവകാശം പൊതിയിൽ കുടുംബത്തിനുണ്ടായിരുന്നു. ഞാൻ ആ കൂട്ടത്തിൽ ഈ ക്ഷേത്രങ്ങളിലെ ഇത് കുറേ കൂടിയൊക്കെ ഈ ക്ഷേത്രങ്ങളും അതിൻ്റെ പേരുകളും അവിടുത്തെ അടിയന്തര ദിവസങ്ങളിലെയും കണക്കുകളാണ് എന്നിട്ട് പറയാനുള്ളത്. പൊതിയിൽ കുടുംബത്തിൻ്റെ ഏറ്റവും പ്രാധാന്യമേറിയ ഒരു അടിയന്തര സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ കോട്ടയത്തെ വെന്നിമല ക്ഷേത്രമാണ്. അത് തെക്കങ്കൂർ രാജാവിൻ്റെ ആദ്യത്തെ ആസ്ഥാനമായിരുന്നു, നമുക്കൊക്കെ അറിയുന്നത് പോലെ തന്നെ. പിന്നീട് തെക്കങ്കൂർ രാജാവ് ഇവിടെ കോട്ടയത്തേക്ക് ഇറങ്ങി വരികയും തളിയിൽ ക്ഷേത്രത്തിനെ കേന്ദ്രീകരിച്ചുള്ള പിന്നീട് കൊട്ടാരമൊക്കെ ഉണ്ടായത് അതിനൊക്കെ വളരെ കാലങ്ങൾക്ക് ശേഷമാണ്. ആദ്യം തെക്കങ്കൂർ രാജാവ് വെന്നിമലയായിരുന്നു. അപ്പോൾ വെന്നിമല ക്ഷേത്രത്തിലെ അടിയന്തരം പൊതിയിൽ കുടുംബത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പൊതിയിൽ കുടുംബത്തിന് 28 ദിവസം നീണ്ടു നിൽക്കുന്ന അടിയന്തരം ഉള്ള ക്ഷേത്രമാണ് വെന്നിമലയിൽ ശ്രീരാമനാണ് പ്രതിഷ്ഠ. വെന്നിമല ക്ഷേത്രത്തിൽ മകരമാസത്തിൽ രോഹിണി നാളിലാണ് അതിൻ്റെ ആദ്യത്തെ അവതരണം തുടങ്ങുക. അപ്പോൾ സൂത്രധാരം പുറപ്പാടാണ് ആദ്യത്തെ ദിവസം. അത് കഴിഞ്ഞാൽ 1, 2, 3 ദിവസങ്ങളിലും സൂത്രധാരൻ്റെ അവതരണം. അത് കഴിഞ്ഞ് 5 മുതൽ 9 വരെയുള്ള ദിവസങ്ങളിൽ പ്രബന്ധഭൂതിൻ്റെ അവതരണമാണ്.
അത് ഇഷ്ടമുള്ള പ്രബന്ധം ചാക്യാർക്ക് നിശ്ചയിക്കാം. അത് കഴിഞ്ഞ് 10-ാം ദിവസം പാത് തീർക്കൽ, 11-ാം ദിവസം ലക്ഷ്മണൻ്റെ പുറപ്പാട്, ശ്രീരാമൻ്റെ പുറപ്പാട്, ഇങ്ങനെ തുടങ്ങി ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായിട്ടുള്ള കൂടിയാട്ടങ്ങളുടെ അവതരണങ്ങളാണ്. ചാക്യാരുടെ ഇഷ്ടാനുസരണം നിശ്ചയിക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള കൂടിയാട്ടങ്ങളാണ് ഈ 28 ദിവസവും വെന്നിമലയിൽ നടക്കുന്നത്. അത് ഒരുപക്ഷെ നമുക്ക് മറ്റ് അടിയന്തരങ്ങൾ നടക്കുന്ന ക്ഷേത്രങ്ങളിൽ കണ്ടോളണമെന്നില്ല. അതിന് കാരണം അടിയന്തരം നടത്തുമ്പോൾ ഇന്ന് നമ്മൾ കണ്ടുവരുന്നത് പല ക്ഷേത്രങ്ങളും ഇപ്പോൾ അങ്കുലിയാങ്കം 12 ദിവസം നടത്തുകയാണെങ്കിൽ ആ ഒരു കഥ, ഒരു അംഗം പൂർണ്ണമായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളതാണ്. വിശേഷാൽ കൂത്ത് നടത്തുമ്പോഴും ഏതെങ്കിലും ഒരു അംഗം പൂർണ്ണമായിട്ട് നടത്തുക, അല്ലെങ്കിൽ പ്രബന്ധം പറയുകയാണെങ്കിൽ തുടർച്ചയായിട്ട് ആ കഥാഭാഗം പറയുക എന്നുള്ളതൊക്കെയാണ് അടിയന്തരങ്ങൾ നമ്മൾ കാണുന്നത്. പക്ഷെ വെന്നിമലയിലെ സ്വഭാവം ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായിട്ടുള്ള കൂടിയാട്ടങ്ങളാണ് അവിടെ നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ 28-ാമത്തെ ദിവസം വീണ്ടും സൂത്രധാരം പുറപ്പാടോട് കൂടിയിട്ടാണ് വെന്നിമലയിൽ അവസാനിപ്പിക്കുക. ഇപ്പോൾ ആറാട്ട് ഉത്സവകാലത്താണെങ്കിൽ ആറാട്ടിന് ദേവൻ പുറത്തേക്ക് എഴുന്നള്ളുന്ന സമയത്തും തിരിച്ചു വരുന്ന സമയത്തും ചാക്യാർ അരങ്ങത്ത് ഉണ്ടാവണം എന്നുള്ളതാണ്. വെന്നിമല ക്ഷേത്രം കണ്ടിട്ടുണ്ടാവും. വെന്നിമലയിലെ കൂത്തമ്പലം എന്ന് പറയുന്നത് അകത്താണ്, കൂത്തരങ്ങാണ്. അതായത് കൂത്തമ്പലം എന്ന് പറയുന്നത് പഞ്ചപ്രാസാദങ്ങളിൽ പെട്ട പുറത്ത് ദേവൻ്റെ വലതുഭാഗത്തായിട്ട് നിർമ്മിക്കുന്ന നാട്യഗൃഹം എന്നുള്ള സങ്കല്പത്തിലാണെങ്കിൽ നമുക്ക് ഇന്ന് 14 ക്ഷേത്രങ്ങളിൽ മാത്രമേ കൂത്തമ്പലങ്ങൾ കാണാൻ സാധിക്കുള്ളൂ. ഇങ്ങനെ കൂത്തമ്പലങ്ങൾ ഇല്ലാത്ത സ്ഥലത്ത് കൂത്ത് നടത്താൻ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് വെല്ലിയമ്പലങ്ങളിലാണ്. വെല്ലിയമ്പലം, നാലമ്പലത്തിനകത്ത്. വെന്നിമലയിലേക്ക് സാധാരണതയിൽ കവിഞ്ഞ് വലിപ്പമുള്ള കൂത്തരങ്ങാണ് വെല്ലിയമ്പലത്തിനകത്തുള്ളത്. എന്നാൽ ചെറിയ ക്ഷേത്രം, നമ്മൾ ഏറ്റുമാനൂർ മഹാക്ഷേത്രമാണെങ്കിൽ പോലും ഏറ്റുമാനൂർ ചെന്ന് നോക്കുമ്പോൾ വളരെ ചെറിയ ഇടുങ്ങിയ ഒരു പ്രദേശമാണ് ഏറ്റുമാനൂർ കാണാം. ഇത് പല ക്ഷേത്രങ്ങളിലും വ്യത്യസ്തമായിട്ട് കാണാം. ചില ക്ഷേത്രങ്ങളിൽ വലിപ്പം കൂടാം, ചിലതിൽ വലിപ്പം കുറയാം. അത് കൂടിയാട്ടം അഭിനയിക്കാനുള്ള അരങ്ങാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതെങ്കിൽ അവിടെ വലിപ്പം കൂടുതലുണ്ടാവും. എന്നാൽ പ്രബന്ധക്കൂത്തിന് വാക്കിന് മാത്രമേ അവിടെ കൊടുത്തിട്ടുള്ളെങ്കിൽ അത് വലിപ്പം താരതമ്യേന കുറവായിരിക്കും. ഏറ്റുമാനൂരൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അവിടെ പ്രബന്ധത്തിന് മാത്രമേ സാധ്യത ഉണ്ടായിരുന്നുള്ളൂ, കൂടിയാട്ട അഭിനയത്തിനില്ല. പക്ഷെ വെന്നിമലയിലെ സ്ഥിതി ഇങ്ങനെയായിരുന്നു. അതിൽ പിന്നെ വളരെ വ്യത്യസ്തമായ ചില ചടങ്ങുകൾ വെന്നിമലയിലുണ്ട്. ശൂർപ്പണാങ്കത്തിലാണെങ്കിൽ ശൂർപ്പണഖ പോയി അവിടെ ലക്ഷ്മണനാണുള്ള പ്രതിഷ്ഠ. ശ്രീരാമ അംശം കൂടിയുണ്ട്, ലക്ഷ്മണനാണ് പ്രതിഷ്ഠ. ആ ലക്ഷ്മണൻ്റെ നടക്കിൽ പോയിട്ടാണ് കർണനാസിക ഛേദനം ചെയ്യുന്നത്. ശൂർപ്പണഖ കിട്ടിയ നടൻ പോയി ചെയ്യുന്നത്. ലക്ഷ്മണൻ വേഷം കെട്ടിയിരുന്നില്ല എന്നും കൂടി പറഞ്ഞു കേൾക്കാറുണ്ട്. ബാലിവധം കൂടിയായിട്ടുള്ള ദിവസമാണെങ്കിൽ പകൽ സമയത്ത് മിഴാവ് നമ്പ്യാരെ പുറത്ത് കൊണ്ടുവന്ന് ഗോപുരത്തിൽ വെച്ച് മിഴാവ് ഒച്ചപ്പെടുത്തുക എന്നും, ചിലർ അതല്ല യുദ്ധചാരിയാണ് കൊട്ടിയിരുന്നതെന്നും പറയുന്നുണ്ട്. യുദ്ധചാരി എന്നുള്ള പക്ഷത്തിനാണ് കൂടുതൽ സാധ്യത. കാരണം ഈ കഥകളിയിലെ കേളി എന്ന് പറയുന്ന പോലെ തന്നെ വെന്നിമല ഒരു ഉയർന്ന ഭൂപ്രദേശമാണ്, മലയുടെ മുകളിലാണ്. അപ്പോൾ അവിടെ താഴെ നിന്ന് വരുന്ന ആളുകൾക്ക് ഇന്ന് ഏത് കൂടിയാട്ടമാണ് എന്നറിയാൻ വേണ്ടിയിട്ട്, അപ്പോൾ ബാലിവധമാണ് എന്ന് പറയുമ്പോൾ കുറേ കൂടി ജനപ്രിയമായിട്ടുള്ള ആളുകൾക്ക് കാണാൻ താല്പര്യമുള്ളൊരു അഭിനയ ദിവസമാണ്. അതറിയാൻ വേണ്ടിയിട്ടാവാം. പിന്നെ യുദ്ധചാരി കിഷ്കിന്ധയിൽ വന്ന് സുഗ്രീവൻ യുദ്ധത്തിന് വിളിക്കുന്നതിനെ സൂചിപ്പിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് യുദ്ധചാരി കൊട്ടിയത്. അപ്പോൾ അങ്ങനെ വളരെ പ്രത്യേകതയുള്ള ഒരു സങ്കേതം ക്ഷേത്രമാണ് വെന്നിമലയിൽ. അതുപോലെ തന്നെ ഒന്നാണ് വെള്ളൂർ ക്ഷേത്രം, വെള്ളൂർ വാമനമൂർത്തി ക്ഷേത്രം. ഇത് വളരെ രണ്ടും സമീപത്ത് നിൽക്കുന്ന സമീപ സ്ഥലങ്ങളാണ് വെള്ളൂരുള്ളത്. വെള്ളൂര് ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, വെള്ളൂര് ചെറിയ വരിഷ ചാക്യാർക്കും, അതായത് മുമ്പ് പറഞ്ഞ കിടങ്ങൂർ ചാക്യാർക്കും പൊതിയിൽ ചാക്യാർക്കും തുല്യാവകാശമാണ്. അത് അങ്ങനെ നിശ്ചയിക്കാൻ കാരണം ഒരു കാരണവശാലും കൂടിയാട്ടം മുടങ്ങരുത്. എന്തെങ്കിലും ഈ പുലവാലായ്മകൾ വന്നാൽ ഒരു കുടുംബത്തിൽ അംഗങ്ങൾ വളരെ കുറവായിരിക്കും. അങ്ങനെ വന്നാൽ ഒരു കുടുംബത്തിൽ നിന്ന് വളരെ കുറച്ച് പുരുഷന്മാരേ ഉള്ളൂ. ധാരാളം അടിയന്തര സ്ഥലങ്ങളുണ്ട്. ഏകദേശം പല മാസങ്ങളിലും ഒരേപോലെ അടിയന്തരങ്ങളും വരുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഒരു കൂട്ടർക്ക് പറ്റില്ലെങ്കിൽ മറ്റൊരു കൂട്ടർക്ക് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ചെറിയ പരീക്ഷയ്ക്കും പൊതിയിലിനും തുല്യ അവകാശം ചില ക്ഷേത്രങ്ങളിൽ കൊടുത്തിട്ടുള്ളത്. അതിലൊന്നാണ് വെള്ളൂർ. അത് വാമനമൂർത്തി, വൈക്കം താലൂക്കിൽ പെടുന്നതാണ്. വാമനമൂർത്തി ക്ഷേത്രമാണ്. കർക്കിടക മാസത്തിലെ തിരുവോണം മുതൽ ചിങ്ങമാസത്തിലെ തിരുവോണം വരെയുള്ള 28 ദിവസങ്ങളാണ് അവിടുത്തെ അവതരണ കാലം. അവിടെ 1-ാം ദിവസം എന്ന് പറയുന്നത് സൂത്രധാരം പുറപ്പാടാണ്. കാരണം ഈ സൂത്രധാരം പുറപ്പാടെന്ന് ഉദ്ദേശിക്കുന്നത് ബാലചരിതത്തിലെ സൂത്രധാരനാണ്. എല്ലാ കൂടിയാട്ടത്തിലും നാടകങ്ങളിലും സൂത്രധാരനുണ്ട്. ബാലചരിതത്തിലെ സൂത്രധാരനാണ് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി അനുഷ്ഠാനപരതയോടുകൂടി നടത്തപ്പെടുന്നത്. അത് വൈഷ്ണവ പ്രധാനമായിട്ടുള്ള ശ്ലോകമാണ്. നരസിംഹാവതാരവും വാമനാവതാരവും ഒക്കെ അഭിനയിക്കാൻ സാധ്യതയുള്ള ഒരു ശ്ലോകമാണ്. ശംഖക്ഷീരവപു, ഒരു കൂടിയാട്ട വിദ്യാർത്ഥിയുടെ അരങ്ങേറ്റമായിട്ടും വരുന്നതും ഈ ബാലചരിതത്തിലെ സൂത്രധാരൻ്റെ അഭിനയമാണ്. ആ സൂത്രധാരൻ പുറപ്പാട് കഴിഞ്ഞാൽ പിന്നെ 2-ാം ദിവസം വിദൂഷകൻ്റെ പുറപ്പാടാണ്. അന്നാണ് ഈ കൂത്തുവിധിക്കുക. കൂത്തുവിധി എന്ന് പറയുന്ന ചില ചടങ്ങുണ്ട്. അതായത് മേൽശാന്തി വന്ന് ഇന്ന കൂത്ത് തുടങ്ങാം എന്ന് വിധിക്കുന്നതിനാണ് കൂത്തുവിധി എന്ന് പറയുന്നത്. അത്താഴപൂജ കഴിഞ്ഞ് മേൽശാന്തി വന്ന് തട്ടെടുത്ത് വന്ന് അരങ്ങിലെ വിളക്കൊക്കെ തെളിച്ച് പലകയിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് ഉറക്കം വിളിച്ച് ചോദിക്കും, തോട്ടം കാർത്തികാമറ്റം ചാക്യാന്മാർ വന്നിട്ടുണ്ടോ
അതായത് തോട്ടം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് തോട്ടം എന്ന് പറയുന്ന ഒരു കുടുംബം കൂടി ഉണ്ടായിരുന്നു. അതും പിന്നീട് പൊതിയിൽ കുടുംബത്തിലേക്ക് ലയിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. കാർത്തികാമറ്റം കുടുംബം ഈ ചെറിയ പരീക്ഷ ചാക്യാന്മാരിലേക്ക് ലയിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ആ രണ്ട് കുടുംബങ്ങളും ഒന്നായി മാറും. ചാക്യാന്മാർ വന്നിട്ടുണ്ടോ? അത് കഴിഞ്ഞാൽ പിന്നെ തങ്ങിപ്പള്ളി അയ്യനാകുഴി കൈകാരന്മാർ, അതായത് ഒരുക്കേണ്ട ഇതിനെ കൂത്തിന് വേണ്ടി ഒരുക്കേണ്ട ആളുകൾ വന്നിട്ടുണ്ടോ? കൂടം കുറുന്തോട്ടം ഊരാഴ്മക്കാർ വന്നിട്ടുണ്ടോ എന്നിങ്ങനെ 3 പ്രാവശ്യം വിളിച്ചു ചോദിക്കും. അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കോയ്മ അനുവദിക്കുമെങ്കിൽ സംവരണം മുതലംഗത്തിൽ വിദൂഷകൻ പുറപ്പാട് കൂടിയാടിക്കൊള്ളുക എന്ന് മേൽശാന്തി വിധിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെയാണ് ആ സംവരണ മുതലംഗത്തിലെ വിദൂഷകൻ്റെ പുറപ്പാട് മുതൽക്കാണ് പിന്നീട് ആരംഭിക്കുന്നത്. അതിനുശേഷമാണ് പിന്നീട് മറ്റ് സാധനങ്ങളൊക്കെ അവിടുന്ന് ക്ഷേത്രത്തിൽ നിന്ന് അനുവദിക്കുന്നത് കഴിഞ്ഞാൽ. വേറൊരു പ്രത്യേകത കൂടിയുള്ളത്, നായന്മാർക്ക് ആരെങ്കിലും വരാൻ അവകാശം ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രം. അതായത് വേഷം കെട്ടാൻ വേണ്ടിയിട്ടല്ല, ഈ കോയ്മ അവകാശത്തിൽപ്പെട്ട തണ്ടിലപ്പള്ളി നായന്മാരും അയ്യനാകുഴി നായന്മാരുമാണ് ഈ ക്ഷേത്രത്തിലെ കൈക്കാരന്മാർ. അതായത് ഈ അമ്പലവാസി വ്യവസ്ഥയിൽ പണ്ട് കൂത്തും കൂടിയായിട്ടും കൂത്തമ്പലത്തിൽ നടക്കുമ്പോൾ നായന്മാർക്ക് അകത്തേക്ക് കയറിയിരുന്ന് കാണാനുള്ള അവകാശമില്ല. ക്ഷേത്രപ്രവേശനം ഉണ്ടെങ്കിൽ പോലും കൂത്തമ്പലത്തിന് പുറത്തു നിന്നാണ് നായന്മാർ കൂത്തും കൂടിയാട്ടവും കണ്ടിരുന്നത്. അമ്പലവാസികൾ മാത്രമേ അകത്തേക്ക് കയറിയിരുന്നുള്ളൂ. പക്ഷേ ഈ വെള്ളൂർ ക്ഷേത്രത്തിൽ മാത്രം ഇതിൻ്റെ കൈക്കാരന്മാരായിട്ട് പ്രവർത്തിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു ഈ 2 നായർ കുടുംബങ്ങൾ. അപ്പോൾ ഇതെല്ലാം ഇത്തരം വ്യവസ്ഥകൾ, നമ്മുടെ ജാതി വ്യവസ്ഥകളോ അല്ലെങ്കിൽ ഇത്തരം നിർണ്ണയിക്കുന്നത് പോലും പ്രാദേശിക അടിസ്ഥാനത്തിൽ അത് നടക്കുക എന്നുള്ളൊരാവശ്യത്തെ മുൻനിർത്തിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ 3 മുതൽ 7 ദിവസം വരെ പ്രബന്ധക്കൂത്ത്, പിന്നെ വാത് തീർക്കൽ, അത് വേശ്യാവിനോദം, പഞ്ചൻ വിവാദം, ഇങ്ങനെ അശനം തുടങ്ങിയിട്ടുള്ള വിദൂഷകൻ്റെ ഇത് കഴിഞ്ഞ് പിന്നീട് ഈ സമുദ്രതരണാംഗം, വിച്ഛിന്നാഭിഷേകാംഗം, ദൂതൽ, ഘടോത്കജം തുടങ്ങിയിട്ടുള്ള നിരവധി കൂടിയാട്ടങ്ങളുടെ അവതരണമാണ് അതിനകത്ത് നടത്തുക. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ധാരാളമായിട്ട് അവതരിപ്പിക്കപ്പെടുന്ന പല കൂടിയാട്ടങ്ങളും അല്ല ഈ വെന്നിമലയിലും വെള്ളൂരും നടന്നിരുന്നത്. ഇപ്പോൾ ദൂതഘടോത്കജം പോലെയുള്ള വളരെ അപൂർവമായിട്ട് കൂടിയാട്ട വേദിയിൽ പ്രസിദ്ധിയുള്ള പല അംഗങ്ങളും, ആറാട്ടംഗം, ശേഭാലികാംഗം, ഇങ്ങനെ തുടങ്ങി സ്വപ്നവാസവതത്വത്തിലേത്, അഭിമാരകം പോലെയുള്ള നാടകത്തിലേത്, ആ നാടകം പൂർണ്ണമായിട്ട് അവതരിപ്പിക്കുന്നില്ലെങ്കിൽ പോലും അതിലെ പല അംഗങ്ങളും ഈ 2 ക്ഷേത്രങ്ങളിൽ, ഈ വെന്നിമലയിലും വെള്ളൂരും അവതരിപ്പിച്ചിരുന്നു. ഇപ്പോൾ നമ്മൾ വടക്കുന്നാഥനിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെയൊക്കെ പ്രാധാന്യം ഈ കാഴ്ചക്കൂത്താണെങ്കിൽ സുഭദ്രാധനജയം, തോർണയുദ്ധം, ബാലിവധം, ഇങ്ങനെയുള്ള നാടകങ്ങൾ, സംവരണം തുടങ്ങിയ 5 നാടകങ്ങൾക്കാണ് പ്രാധാന്യം. നിരവധി ക്ഷേത്രങ്ങളിൽ നമ്മളതാണ് കാണുക. പിന്നെ അങ്കുലിയാങ്കവും മത്തവിലാസവുമാണ് അടിയന്തരങ്ങളായിട്ട് കാണുക. ഇങ്ങനെ ഈ ദൂതഘടോത്കജം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വളരെ പ്രാധാന്യം കുറഞ്ഞ ഒരു ദിവസം കൊണ്ട് അവതരിപ്പിക്കുന്ന ചില അംഗങ്ങളുടെ അവതരണം ഈ 2 ക്ഷേത്രങ്ങളിൽ നമുക്ക് ധാരാളമായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ വെന്നിമലയിൽ വെള്ളൂരും പൊതിയിൽ കുടുംബത്തിന് പ്രധാനമായിട്ട് അവകാശമുണ്ടായിരുന്നു. അതേപോലെ തന്നെ ക്ഷേത്രത്തിൽ പിന്നീട് അവകാശം വരുന്ന ക്ഷേത്രം എന്ന് പറയുന്നത് തൃക്കാര്യൂർ ശിവക്ഷേത്രം. ഇതെല്ലാം കോട്ടയത്തിൻ്റെയും എറണാകുളത്തിൻ്റെയും ഭാഗങ്ങളാണ്. അവിടെയൊക്കെ കർക്കിടക ചിങ്ങമാസത്തിൽ തന്നെയാണ് 11 ദിവസത്തെ അവതരണമാണ് തൃക്കാര്യൂർ അമ്പലത്തിൽ. ചെങ്ങന്നൂർ ദേവി ക്ഷേത്രത്തിൽ കൂത്തമ്പലത്തിലാണെന്ന് പറഞ്ഞത് 18 ദിവസത്തെ അവതരണമാണ് ചെങ്ങന്നൂർ കൂത്തമ്പലത്തിൽ പൊതിയിൽ കുടുംബത്തിന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം നമ്മൾ ചെങ്ങന്നൂരിൻ്റെ ഈ ഞാൻ ചാക്യാർ കുടുംബങ്ങളുടെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. കൂത്ത് എന്ന് പറയുമ്പോൾ ചാക്യാർ കുടുംബങ്ങൾ മാത്രമല്ല, നമ്പ്യാരും നങ്ങ്യാരും കൂടി ചേരുന്നതാണ് കൂത്തിൻ്റെ അവതരണം. അപ്പോൾ ഈ നമ്മുടെ ഈ ഓണാട്ടുകര, കോട്ടയം പ്രദേശങ്ങളിൽ നങ്ങ്യാർ നമ്പ്യാർ കുടുംബത്തിനും വളരെ വലിയ സ്വാധീനം ഉണ്ടായിരുന്നു. ഇപ്പോൾ കുമാരനെല്ലൂർ, ഇപ്പം നമ്മൾ പറയുന്ന ഉഷാ നങ്ങ്യാർ ഒക്കെ അവരുടെ കുടുംബം എന്ന് പറയുന്നത് കുമാരനെല്ലൂരുള്ള നമ്പ്യാർ, ചെറുവാരണം നമ്പ്യാർ മഠത്തിലെയാണ് ഉഷ ചേച്ചി. ആ കുടുംബങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട നമ്പ്യാർ കുടുംബങ്ങളാണ്. ചെങ്ങന്നൂർ ഒരു നങ്ങ്യാർ കുടുംബം ഉണ്ടായിരുന്നെന്നും അവിടെ പൊതിയിലെ ചെറിയ പരീക്ഷയിലെ ഒരു ചാക്യാർ അദ്ദേഹത്തിന് ഇതിൽ നിന്നൊക്കെ മാറി, കൂടിയാട്ടത്തിൽ നിന്നൊക്കെ മാറി ഇത് പഠിക്കാൻ സാഹചര്യമില്ലാതെ വന്ന സമയത്ത് തിരുവിതാംകൂർ രാജാവ് ഈ ചെറിയ പരീക്ഷയിലെ ഒരു ചാക്യാരെ കൊണ്ടുവന്ന് ചെങ്ങന്നൂരുള്ള ഈ നങ്ങ്യാരമ്മയുടെ അടുത്താണ് കൂടിയാട്ടം അഭ്യസിപ്പിക്കാൻ ചേർത്തത്. അവർ വളരെ വിദുഷിയായ ഒരു നങ്ങ്യാരായിരുന്നെന്നും അവരാണ് അദ്ദേഹത്തെ കൂടിയാട്ടത്തിൻ്റെ അഭിനയങ്ങൾ പഠിപ്പിച്ചതെന്നും പറയാറുണ്ട്. ഇപ്പോൾ ഞാൻ ചെങ്ങന്നൂരിൽ നിന്നുള്ള ഹരിശർമ്മ സാർ വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അമ്പലത്തിൻ്റെ കൈസ്ഥാനീയനാണ്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ഈ അടുത്ത കാലം വരെ ചെങ്ങന്നൂർ ക്ഷേത്രത്തിനകത്ത് നങ്ങ്യാർ വന്നിട്ട് അവിടെ ആറാട്ടുകടവ് നങ്ങ്യാർ കുടുംബം എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ചെങ്ങന്നൂർ ഈ ആറാട്ടുകടവ് നങ്ങ്യാർ കുടുംബത്തിൻ്റെ പല ശാഖകളും പല പ്രദേശങ്ങളിലായിട്ടുണ്ട്. അതിലൊരു ശാഖ തന്നെയാണ് ചെങ്ങന്നൂരുള്ളത്. പ്രധാന കുടുംബം ഈ ആറാട്ടുകടവ് നങ്ങ്യാർ കുടുംബം തന്നെയാണ്. അപ്പോൾ അവർ ചെങ്ങന്നൂർ ക്ഷേത്രത്തിനകത്ത് വന്ന് നങ്ങ്യാർ കൂത്ത് ചെയ്തിരുന്നു അനുഷ്ഠാനപരമായിട്ട്.
പിന്നെ ചെങ്ങന്നൂർ അമ്പലത്തിൻ്റെ ഒരു പ്രത്യേകത വലിയ വട്ടത്തിലുള്ള ഒരു കൂത്തമ്പലം പുറത്തുണ്ടായിരുന്ന ഒരു ക്ഷേത്രമാണ്. അവിടെയും ഈ പൊതിയിൽ കുടുംബത്തിനായിരുന്നു അവകാശം. 18 ദിവസം നീണ്ടു നിൽക്കുന്ന അവതരണമാണ് ചെങ്ങന്നൂർ ക്ഷേത്രത്തിൽ അവർക്കുണ്ടായത്. പ്രബന്ധക്കൂത്താണ് അവിടെയൊക്കെ പ്രാധാന്യത്തോടെ അവതരിപ്പിച്ചിരുന്നത്. കൂടിയാട്ടത്തിൻ്റെ കാര്യം എത്രത്തോളം ഉണ്ടെന്നുള്ളതൊന്നും നമുക്ക് വ്യക്തമല്ല. ഈ ഒരു വിഷയത്തിൻ്റെ ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ, ഞാൻ ആദ്യം പറയേണ്ടതായിരുന്നു. പണ്ട് എൻ്റെ ഗുരുനാഥൻ MAക്ക് പഠിക്കുന്ന സമയത്ത് കലാമംഗലം രാമചാക്യരാശൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെയും ഗുരുനാഥൻ സാക്ഷാൽ പൈങ്കുളം രാമചാക്യർ ആശാൻ്റെ മുത്തമ്മ, അദ്ദേഹത്തിന് വളരെയധികം പരിചയം എല്ലാ കുടുംബങ്ങളുമായിട്ടുണ്ടായിരുന്നു. പല കുടുംബങ്ങളും കേരളത്തിൽ എവിടെയൊക്കെ ഉണ്ടെന്നൊക്കെ അറിയായിരുന്നു. അപ്പം അന്ന് പൈങ്കുളം രാമചാക്യരാശൻ എൻ്റെ ഗുരുനാഥനോട് പറഞ്ഞിട്ടുണ്ട്, രാമ, നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ അടിയന്തരം തിരുവിതാംകൂറായിരുന്നു ഈ കൂത്തിന് ഉണ്ടായിരുന്നത്. പക്ഷേ പന്തം കത്തിത്തീരുന്നത് പോലെ കുറച്ച് വർഷങ്ങളെ കൊണ്ട് ആ അടിയന്തരങ്ങളും ക്ഷേത്രങ്ങളും കൂത്തവതരണങ്ങളും നിന്നുപോയി. അതായത് ഈ അതിധാരാളം ഉള്ളവർ, ഞാൻ ഈ അതി എന്നുള്ള ഉപസർഗം മനഃപൂർവ്വം ഉപയോഗിച്ചതാണ്. അതിൻ്റെ ഒരു ദോഷവശത്തെയും കൂടി ചേർത്ത് പറഞ്ഞാണ്. ധാരാളമാകുമ്പോൾ കുഴപ്പമില്ല. ഈ അതിധാരാളമായി വന്നപ്പോൾ കുടുംബങ്ങളിൽ വേണ്ടത്ര അംഗങ്ങളില്ലാതെ വരിക, അവർ സുശിക്ഷിതരാവാതെ വരിക, അതുകൊണ്ട് തന്നെ കലാമൂല്യമുള്ള അവതരണങ്ങൾ കുറയുക. പല ക്ഷേത്രങ്ങളിലെയും അവതരണങ്ങൾ, കാരണം ഈ ക്ഷേത്ര അവതരണങ്ങൾ ഈ അടിയന്തരമായിട്ട് കൊടുക്കുമ്പോൾ പാട്ടം കരമൊഴിവായിട്ടുള്ള ഭൂമി ധാരാളം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വ്യവസ്ഥ അനുസരിച്ചാണെങ്കിൽ നിങ്ങൾ എന്ന് ഈ ക്ഷേത്രത്തിലെ ഈ അടിയന്തരം മുടക്കുന്നോ അന്ന് ഈ ഭൂമി തിരിച്ച് ക്ഷേത്രത്തിലേക്ക് കൊടുക്കണം എന്നുള്ളതാണ് വ്യവസ്ഥ. അതിനൊരു സംഭവം തന്നെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ മുമ്പ് പറഞ്ഞ വെന്നിമല ക്ഷേത്രവുമായിട്ട് സംബന്ധിച്ച് അവിടെ ആ വെന്നിമല ക്ഷേത്രത്തിൻ്റെ സംരക്ഷകൻ അല്ലെ അവിടുത്തെ കാര്യങ്ങൾ നോക്കിയിരുന്ന ഒരു ഷാരടിയാണ്. തിരുവിതാംകൂറിൽ ഷാരടിമാരില്ല. ഈ വെന്നിമലയിൽ ഒരു ഷാരടിയെ അതിൻ്റെ കൈസ്ഥാനീയനായിട്ട് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഈ ഷാരടി ചാക്യാർക്കെതിരെ കേസ് പറയുകയും ഭൂമി വെന്നിമല ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ ഭൂമി പൊതിയിൽ കുടുംബത്തിന് കിട്ടിയിട്ടുള്ളത്. ആ ഭൂമി പിന്നീട് കൈമോശം വരും എന്നുള്ളൊരവസ്ഥയിൽ വന്നു. പിന്നീട് പൊതിയിൽ ചാക്യാർ ചെന്ന് അവിടെ വീണ്ടും അടിയന്തരം ആരംഭിക്കുകയും പിന്നെ വെന്നിമല ക്ഷേത്രത്തിലെ ദുരവസ്ഥകൾ നമ്മുടെ കഴിഞ്ഞ കാലഘട്ടത്തിലുണ്ടായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് പിന്നീട് സ്വാഭാവികമായിട്ട് അവിടെ ഉത്സവം മുടങ്ങിപ്പോവുകയും അങ്ങനെയാണ് പിന്നീട് അവിടുത്തെ നിരന്തരമുള്ള കൂത്തവതരണങ്ങൾ മുടങ്ങിയത്. അപ്പോൾ അത് പിന്നീട് ചാക്യാരുടെ കുറ്റം കൊണ്ടല്ല മുടങ്ങിയതെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഭൂമി നഷ്ടപ്പെട്ടില്ല. മറ്റത് ഷാരടി കേസ് പറഞ്ഞിട്ടുണ്ട്. അത് ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരേടാണ് ഷാരടിയും ചാക്യാരും തമ്മിലുള്ള കേസ്. അപ്പോൾ ഇങ്ങനെ പല ക്ഷേത്രങ്ങളിലും ഈ അടിയന്തരങ്ങൾ നിശ്ചയിച്ച് കരവൊഴിവായിട്ട് ഭൂമി കൊടുത്തിട്ടുണ്ടെങ്കിലും കാലഘട്ടത്തിൽ ക്രമേണ അവതരിപ്പിക്കാൻ ആളില്ലാതെ വരികയും അവിടെ ചെന്നാൽ വേണ്ടത്ര സൗകര്യങ്ങൾ കിട്ടാതെ വരിക, പ്രധാനമായിട്ടും ആളില്ലാതെ വന്നിട്ട് തന്നെയാണ് ഈ തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങളിലെ അവതരണങ്ങൾ നിലച്ചുപോയത്. അപ്പോൾ ഇങ്ങനെ ചെങ്ങന്നൂർ ക്ഷേത്രത്തിലും 18 ദിവസം നീണ്ടു നിന്ന അവതരണങ്ങൾ, പ്രബന്ധക്കൂത്ത് അവതരണം പറഞ്ഞിട്ടുണ്ട്. പ്രബന്ധക്കൂത്ത് അവതരണം കൂടാതെ നങ്ങ്യാർകൂത്തിൻ്റെ അവതരണവും ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവാണ് മുൻപ് ശർമ്മ സാറ് സൂചിപ്പിച്ചതുപോലെ നങ്ങ്യാന്മാർ അവിടെ വന്ന് വേഷം കെട്ടിയിരുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ ഒന്നാണ് തിരുനക്കര, നമ്മുടെ ഇവിടെയുള്ള തിരുനക്കര അമ്പലം. അത് പിന്നെ എല്ലാവർക്കും അറിയാം. കൂത്തമ്പലത്തിൽ ഇപ്പോഴും 9 ദിവസം, വളരെ കുറച്ച് ദിവസമെങ്കിലും 9 ദിവസം നടക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, എങ്കിലും ഉത്സവകാലത്ത് കൂത്ത് നടക്കുന്നുണ്ട്. അവിടെ അടുത്ത കാലം വരെ 9 ദിവസത്തെ കൂത്ത് അടിയന്തരമായിട്ട് നടത്തണമായിരുന്നു. വടവാതൂര് വിഷ്ണു ക്ഷേത്രം, അവിടെയും പ്രബന്ധക്കൂത്തിനാണ് പ്രാധാന്യം. വൈക്കം ശിവക്ഷേത്രത്തിൽ പൊതിയിൽ കുടുംബത്തിൻ്റെ പരദേവതയായിട്ട് കണക്കാക്കുന്ന ഒന്നാണ് വൈക്കം ക്ഷേത്രം. വൈക്കം ക്ഷേത്രത്തിലും കൂത്ത് ധാരാളമായിട്ട് നടത്തിയിരുന്നു. അവിടെ കൂത്തമ്പലമില്ല, മഹാക്ഷേത്രമാണെങ്കിലും കൂത്തമ്പലമില്ല. വലിയമ്പലത്തിൻ്റെ ഉള്ളിലാണ് ഈ കൂത്ത് അടിയന്തരമായിട്ട് നടത്തിയിരുന്നത്. പിന്നെ അയ്മനം വാമനമൂർത്തി ക്ഷേത്രം, ഞാൻ എല്ലാ സ്ഥലത്തെയും ദിവസങ്ങളിലെ എണ്ണം പറയുന്നില്ല. അയ്മനം വാമനമൂർത്തി ക്ഷേത്രം, ഉദയനാപുരം വൈക്കത്തടുത്ത് തന്നെയുള്ള ഉദയനാപുരം ക്ഷേത്രം, ആയാങ്കുടി ശിവക്ഷേത്രം, നാവായിക്കുളം ശങ്കരനാരായണ ക്ഷേത്രം, ആറ്റിങ്ങലിന് മുമ്പുള്ള നാവായിക്കുളം. അത് ചിലർ പറയുന്നു വൈക്കമാണ് പൊതിയിൽ കുടുംബത്തിൻ്റെ, ഈ മുമ്പേ പറഞ്ഞ പോലെ മാങ്ങാനത്തിൻ്റെയും പൊതിയിലിൻ്റെയൊക്കെ ഒരു അംശം ചേർന്നതുകൊണ്ട്. മറ്റൊരു സ്ഥലത്ത് ഞാൻ വായിച്ചത് നാവായിക്കുളം എന്നുള്ളത് ഇവരുടെ പരദേവതയാണ് എന്നാണ് പറയുന്നത്. അത് കഴക്കൂട്ടത്തുള്ള കുടുംബത്തിൻ്റേതാണോ എന്നും സംശയമുണ്ട്. എന്തായാലും അവിടെയും കൊടിയേറ്റ് ദിവസം ചാക്യാർ തലയിൽ കെട്ടണം. ഒരിക്കൽ ചാക്യാർക്ക് വരാൻ പറ്റാഞ്ഞിട്ട് ഒരു പശുപതി നമ്പൂതിരിയാണ് അന്ന് തലയിൽ കെട്ടിയതെന്നും, തലയിൽ കെട്ടിക്കഴിഞ്ഞാൽ ചോപ്പൂണി കെട്ടിക്കഴിഞ്ഞാൽ നമ്പൂരി ചാക്യാരായിട്ട് മാറുന്നതാണ് സങ്കല്പം. അതാണ് പണ്ട് പറയാറുണ്ട്, ഓത്ത് പഴിച്ചാൽ കൂത്താവും എന്നുള്ളതാണ്. ഓത്തമ്പലത്തിൽ നിന്ന് ഇറങ്ങിയാൽ കൂത്തമ്പലത്തിൽ കാണാം. അങ്ങനെയാണ് കുട്ടഞ്ചേരി ചാക്യാരുണ്ടായത്. അമ്മയ്ക്ക് ഒരു ദോഷം വന്നിട്ട് കുട്ടഞ്ചേരി ചാക്യാർ പിന്നീട് കൂത്തമ്പലത്തിലേക്ക് പോവുകയാണ്. ആ ദോഷകാലം കഴിഞ്ഞുണ്ടായ പുത്രനായതുകൊണ്ട് അദ്ദേഹവും നമ്പൂരി അല്ലാണ്ടായി മാറി.
അപ്പോൾ അത് 28 വയസ്സായപ്പോഴാണ് ഇത് അറിയുന്നത്. അപ്പോൾ അദ്ദേഹം അവിടുന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോകുന്നത്, എന്നാൽ ഇനി കൂത്തമ്പലത്തിൽ കാണാം എന്ന് പറഞ്ഞിട്ടാണ് കുട്ടഞ്ചേരി നമ്പൂരി ഇറങ്ങി പോകുന്നതും. പിന്നീട് അദ്ദേഹം വളരെ സമർത്ഥനായിട്ട് ഒരു നല്ലൊരു വാഗ്മിയായിട്ട് കൂത്തമ്പലത്തിലേക്ക് വരികയാണ് ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെ ഒരു സംസ്കാരം അതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ നമ്പൂതിരി പോലും ഇങ്ങനെ ചാക്യാർക്ക് വരാൻ പറ്റാഞ്ഞിട്ട് നമ്പൂരി ചുവപ്പുകൊണ്ട് കെട്ടിയ ഒരു അമ്പലം എന്നൊരു പ്രാധാന്യം കൂടി നാവായിക്കുളം ക്ഷേത്രത്തിനുണ്ട്. ഇന്നും അവിടെ കൊടിയേറ്റ് കഴിഞ്ഞാൽ ആദ്യം കൂത്താണ് അവതരിപ്പിക്കേണ്ടത്. കൂത്ത് കഴിഞ്ഞിട്ടേ മറ്റൊരു കലാരൂപത്തിൻ്റെ അവതരണമുള്ളൂ. പഴയ പോലെ അമ്പലത്തിനകത്തൊന്നുമല്ല, പുറത്താണ്. ഇപ്പോൾ ഞാനാണ് പറയുന്നത് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് അമ്പലത്തിനകത്തല്ല, പുറത്ത് ക്ഷേത്രത്തിന് സ്റ്റേജിൽ തന്നെയാണ് നാവായിക്കുളത്ത് കൂത്ത് നടക്കുന്നത്. അങ്ങനെ വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ ഈ മധ്യകേരളത്തിൽ മാത്രമല്ല, ഇതങ്ങ് തിരുവട്ടാറ് വരെ കൂത്ത് ധാരാളം ക്ഷേത്രങ്ങളിൽ കൂത്ത് നടത്തിയിരുന്നു. മണലിക്കര എന്ന് പറയുന്ന കുടുംബം ഉണ്ടായിരുന്നു. ഞാൻ മുമ്പ് പറഞ്ഞത് ഒരു കുടുംബങ്ങളിൽ പെടാണ് മണലിക്കര. മണലിക്കരയുടെ പ്രാധാന്യം എന്താ വെച്ചാൽ, ഭാസൻ്റെ കൃതികളെന്ന് പറഞ്ഞ ഗണപതി ശാസ്ത്രികൾ 1907 കൃതികൾ കണ്ടെത്തുമ്പോൾ അതിൻ്റെ ബഹുഭൂരിപക്ഷം കൃതികൾ കണ്ടെത്തിയത് ഈ മണലിക്കര മഠത്തിൽ നിന്നാണ്. എം പി ശങ്കുണ്ണി നായരൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് ഖണ്ഡിക്കുന്നുണ്ട്, ഇതൊന്നും ഭാസകൃതികളല്ല. സ്വപ്നവാസവതത്വം, പ്രതിജ്ഞായോധരായണം പോലെയുള്ള വളരെ 1-2 മികച്ച കൃതികളല്ലാണ്ട് മറ്റതൊന്നും ഭാസകൃതികളല്ല എന്നുള്ളത് എം പി ശങ്കുണ്ണി നായർ പറയുന്നുണ്ട്. അത് തന്നെയാണ് സത്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം മറ്റ് കൃതികളെ അപേക്ഷിച്ച് വളരെ സംസ്കൃത ഭാഷാപരമായിട്ടൊക്കെ വളരെ നിലവാരം കുറഞ്ഞ കൃതികളാണ്. പക്ഷേ അതിന് കൂടിയാട്ടത്തിൻ്റെ അരങ്ങിൽ അവതരിപ്പിക്കാൻ വളരെ യോജിച്ച കൃതികളാണ് എന്ന് മാത്രമല്ല, അതൊക്കെ വളരെ കുറേശ്ശെ കഷ്ണമായിട്ടുള്ള കൃതികളാണ് കിട്ടിയത്. പക്ഷേ ഗണപതി ശാസ്ത്രി ഇത് കണ്ടെത്തിയ സമയത്ത് കൂടിയാട്ടത്തിൻ്റെ ഒരു വശത്തേക്ക് ആരും അന്ന് ചിന്തിച്ചില്ല. സംസ്കൃത കൃതികൾ കണ്ടെത്തി എന്നുള്ള നിലയിൽ അത് ഒക്കെ സമാന സ്വഭാവം പുലർത്തിയത് കൊണ്ട് അത് ഭാസൻ്റെ കൃതികളെന്ന് പറഞ്ഞ് അന്ന് തന്നെ അത് വിവാദത്തിന് വഴിവെച്ച വിഷയമാണ്. അപ്പോൾ ഈ മണലിക്കര മഠം എന്നുള്ളത് തിരുവട്ടാറ് അവിടെയുള്ളൊരു കുടുംബമാണ്. അവിടെ നിന്നാണ് ഗണപതി ശാസ്ത്രികൾക്ക് ഈ കൃതി കിട്ടുന്നത്. അപ്പോൾ ഇവിടുന്ന് അങ്ങേയറ്റം വരെ ഈ കുടുംബങ്ങൾ, ഈ പറഞ്ഞ പൊതിയിൽ കുടുംബത്തിൻ്റെയൊക്കെ ശാഖകൾ പോയി കൂത്ത് നടത്തിയിരുന്നതാണ് ഈ തിരുവട്ടാറ് മണലിക്കര വരെയുള്ള സ്ഥലങ്ങൾ. ഉദയനാപുരം, ആയാങ്കുടി, നാവായിക്കുളം, ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, എൻ്റെ അവിടെയുള്ള കൂത്തമ്പലം. ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ കൂത്തമ്പലത്തിന് ഇപ്പോൾ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഹരിപ്പാടിന് തെക്കോട്ട് കൂത്തമ്പലമില്ല. നമ്മൾ കൂത്തമ്പലം നോക്കുകയാണെങ്കിൽ കൂത്തരങ്ങല്ല, വലിയമ്പലത്തിലെ കൂത്തരങ്ങിനെ പറ്റിയല്ല പറയുന്നത്. കൂത്തമ്പലം എന്ന് പറയുന്ന പ്രാസാദം ഹരിപ്പാടിന് തെക്കോട്ടില്ല. ഹരിപ്പാടിൽ നിന്ന് വടക്കോട്ട് വേണമെങ്കിൽ നമുക്ക് എണ്ണി നോക്കുമ്പോൾ ഉണ്ട്. ഹരിപ്പാട് കൂത്തമ്പലത്തിൻ്റെ പ്രത്യേകത, ഇപ്പോൾ അതിന് 260-50 വർഷം പഴക്കമുണ്ട്. ഇപ്പോൾ നിലവിലിരിക്കുന്ന പൊളിച്ചു വന്നിട്ടുള്ള കൂത്തമ്പലത്തിന് വലിപ്പത്തിൽ 3-ാം സ്ഥാനം. വടക്കുന്നാഥനും കൂടൽമാണിക്യവും കഴിഞ്ഞാൽ പിന്നെ 3-ാമത്തെ വലിപ്പത്തിൽ പ്രാധാന്യമുള്ള കൂത്തമ്പലം ഹരിപ്പാട്ടാണ്. അവിടെ ഹരിപ്പാട്ട് കൊടിയേറിയിട്ട് 3 ഉത്സവമാണ്. ആവണി ഉത്സവം, ചിത്തിര ഉത്സവം, മാർഗഴി ഉത്സവം, 3 ഉത്സവമാണ്. 3ഉം 10 ദിവസത്തെ ഉത്സവമുണ്ട്. ഈ 10 ദിവസത്തെ ഉത്സവകാലത്തൊക്കെ കൂത്ത് അടിയന്തരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ മേടമാസത്തിലെ ചിത്തിര ഉത്സവത്തിന് മാത്രം 2 ദിവസം കുടുംബം വന്ന് പൊതിയിൽ കുടുംബത്തിൽ വന്ന് കൂത്ത് നടത്തി പോകുന്നു എന്നുള്ളത് മാത്രമേ നിലവിലേ ഉള്ളൂ. വളരെ പ്രാധാന്യമുള്ളൊരു കൂത്തമ്പലമാണ്. ഭഗവദ്ഗീതത്തിൻ്റെ 16 ശില്പങ്ങൾ കൊത്തിയിട്ടുള്ള വേറെ ഒരു കൂത്തമ്പലത്തിലും കാണാൻ സാധിക്കില്ല. ഭഗവദ്ഗീതത്തിൻ്റെ 16 ശില്പങ്ങൾ കൊത്തിയിട്ടുള്ള അരങ്ങുള്ള ഒരു കൂത്തമ്പലമാണ് ഹരിപ്പാട്ടത്ത്. ഞാൻ കൂത്തമ്പലത്തിൻ്റെ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഹരിപ്പാട് പൊതിയിൽ കുടുംബത്തിൻ്റെ അവകാശം ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രമാണ്. അതുപോലെ തന്നെ ഏവൂര് ക്ഷേത്രം. ഈ ഞങ്ങളുടെ നാടിനെ പറ്റി ഞാൻ വീരസ്യം പറയല്ല. ഹരിപ്പാടിനോടടുത്തുള്ള ക്ഷേത്രത്തിൽ നോക്കുമ്പോൾ ഹരിപ്പാട് ക്ഷേത്രം കഴിഞ്ഞ് ഒരു 2 കിലോമീറ്റർ കഴിഞ്ഞാൽ നങ്ങിയാറുകുളങ്ങര ക്ഷേത്രം. നങ്ങിയാറുകുളങ്ങര എന്ന് തന്നെയാണ് സ്ഥലം. അപ്പോൾ നങ്ങിയാറുകുളങ്ങര എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് അവിടെയും അടിയന്തരമായിട്ട് കൂത്ത് നങ്ങിയാറുകൂത്ത് ശ്രീകൃഷ്ണ ക്ഷേത്രമാണ്. അവിടെ നങ്ങിയാറുകൂത്തിൻ്റെയും പ്രബന്ധക്കൂത്തിൻ്റെയും അവതരണമുണ്ട്. നങ്ങിയാറുകുളങ്ങര ക്ഷേത്രം കഴിഞ്ഞ് വളരെ കുറച്ചങ്ങോട്ട് മാറുമ്പോഴാണ് ഏവൂര് ക്ഷേത്രം. ഏവൂര് ക്ഷേത്രവും ശ്രീകൃഷ്ണ ക്ഷേത്രമാണ്. അവിടെയും കൂത്ത് അടിയന്തരമായിട്ട് നടന്നിരുന്നു. അവിടെ കൂത്തമ്പലത്തിൻ്റെ സ്ഥാനത്ത് ഒരു മാളിക ഭവനം ഒന്നുണ്ടായിരുന്നു. ആ വലതുഭാഗത്ത് തന്നെ കൂത്തമ്പലത്തിൻ്റെ സ്ഥാനത്ത്, അതിപ്പോൾ ഇല്ല. അവിടെയാണ് കൂത്ത് അവതരണം നടന്നിരുന്നത്. അവിടെ നിന്ന് കുറച്ച് നീങ്ങിക്കഴിഞ്ഞാൽ ചെന്നിത്തല തൃപ്പരുന്തറ ക്ഷേത്രം. ചെന്നിത്തല തൃപ്പരുന്തറ ക്ഷേത്രത്തിൽ കൂത്തമ്പലം ഉണ്ടായിരുന്നു. ആ കൂത്തമ്പലം കത്തിപ്പോയതാണ് എന്നാണ് അവിടുത്തെ ആളുകൾ പറയുന്നത്. അതിൻ്റെ ഉദാഹരണമായിട്ട് മണ്ണിൻ്റെ മിഴാവ് ഇപ്പോഴും ദേവസ്വം ബോർഡിൻ്റെ സ്ട്രോങ് റൂമിലിരിക്കുന്നുണ്ട്. മണ്ണിൻ്റെ മിഴാവ്. ഇപ്പോൾ നമ്മൾ അമ്പലപ്പുഴയൊക്കെ ചെന്നാൽ ചെമ്പിൻ്റെ മിഴാവാണ് കാണുക. പല ക്ഷേത്രങ്ങളും ഇപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ അടിയന്തരം നടക്കുന്ന ക്ഷേത്രങ്ങളിൽ ചെമ്പിൻ്റെ മിഴാവ് ഉപയോഗിക്കുന്നു. മണ്ണിൻ്റെ മിഴാവ് ഉപയോഗിച്ചിരുന്ന, അതിലും പ്രാചീനമായിട്ട് അടിയന്തരം ഉണ്ടായിരുന്ന സ്ഥലത്ത് മണ്ണിൻ്റെ മിഴാവ് തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. അത് ഈ പറഞ്ഞ പോലെ ഉപനയനാദി വിഷയങ്ങളൊക്കെ കഴിഞ്ഞ ബ്രഹ്മചാരി സങ്കല്പത്തിൽ ഇരുത്തിയിട്ടുള്ള മിഴാവ് തന്നെയാണ് മണ്ണിൻ്റേത്. ആ മിഴാവ് തൃപ്പരുന്തറ അമ്പലത്തിലുണ്ട്, ഹരിപ്പാട് അമ്പലത്തിലുണ്ട്. ഹരിപ്പാട് അമ്പലത്തിൽ ദേവസ്വം ബോർഡ് അത് പുരാവസ്തുവായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. തൃപ്പരുന്തറ അമ്പലത്തിലുണ്ട്.
കണ്ടിയൂർ അമ്പലത്തിലും കൂത്തമ്പലം ഉണ്ടായിരുന്നു. കണ്ടിയൂർ അമ്പലത്തിൽ ഒരു കഥ നാട്ടുകാർ പറയുന്നത്, ഞാൻ പല സ്ഥലത്തും അന്വേഷിച്ചിട്ട് അതിനെപ്പറ്റി ആർക്കും കൃത്യമായ വിവരമില്ല. ചാക്യാരെ അന്നത്തെ നാടുവഴി വെട്ടിക്കൊന്നു എന്നൊക്കെ നാട്ടുകാർ പറയുന്നുണ്ട്. അങ്ങനെ ഒരു കഥ അവിടെ ഉണ്ട്. അങ്ങനെയാണ് അവിടുത്തെ കൂത്തടിയന്തരം ഇല്ലാതായത്. ചാക്യാരെ വെട്ടിക്കൊന്ന കഥ നമ്മുടെ തിരുവിതാംകൂറുകാരുടെ സംഭാവന മാത്രമല്ല, അത് മലബാറിന്നും ഉണ്ടായിട്ടുണ്ട്. അത് കൊയ്പ്പ ചാക്യാർ മഠം എന്നുള്ളത്, അതായത് ഞങ്ങൾ പറയുന്ന പൈങ്കുളം രാമചാക്യാർ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ പേര് കൊയ്പ്പ എന്നാണ്. അവർ മലപ്പുറത്തായിരുന്നു. അവിടുത്തെ സാമൂതിരിയെ വിമർശിച്ചിട്ട് സാമൂതിരി ഒരു ചാക്യാരെ വെട്ടിക്കൊന്നെന്നും പിന്നെ അവർ അവിടുന്ന് പോകുന്നെന്നും അതൊരു വലിയൊരു വിഭാഗം പിന്നീട് പടയോട്ടക്കാലത്ത് മതം മാറ്റപ്പെട്ട് മുസ്ലിങ്ങളായി തീർന്നു. അവിടെ നിന്നും പിന്നെയും പടയോട്ടക്കാലത്ത് പോകുന്ന വിഭാഗമാണ് തൃശ്ശൂർ ചെറുതുരുത്തിക്കടുത്തുള്ള പൈങ്കുളത്ത് വന്ന് ഇന്ന് നമ്മൾ പറയുന്ന പൈങ്കുളം എന്ന് പറയുന്ന കുടുംബം എന്നാണ് അതിൻ്റെ ഇത്. അപ്പോൾ ഇങ്ങനെ ഒരു തലവെട്ട് കേസ് നമ്മുടെ ഇവിടെ ഉണ്ട്. അത് കണ്ടിയൂർ ക്ഷേത്രത്തെ സംബന്ധിച്ചാണ്. എന്തായാലും കണ്ടിയൂർ കൂത്തമ്പലം ഉണ്ടായിരുന്നു എന്ന് തന്നെ വിശ്വസിക്കണം. അത്രയും വലിയൊരു ക്ഷേത്രമാണ്. അവിടെ കൂത്തമ്പലം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ അടിയന്തരം നടക്കുന്ന ക്ഷേത്രമാണ് മാവേലിക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. മാവേലിക്കരയിൽ നിന്ന് കുറച്ചങ്ങോട്ട് നീങ്ങിയാൽ പുലിയൂര്, അതേപോലെ തന്നെ ചെങ്ങന്നൂർ വട്ടക്കൂത്തമ്പലമുള്ള, ഓവൽ ഷേപ്പിൽ കൂത്തമ്പലമുള്ള ഏക സ്ഥലം. അവിടെ നിന്ന് മാറിക്കഴിഞ്ഞാൽ തിരുവല്ല വളരെ പ്രാധാന്യത്തോടുകൂടി. ഇന്നിപ്പോൾ നമ്മൾ കഥകളിയൊക്കെ വഴിപാടായി നടക്കുന്ന പല ക്ഷേത്രങ്ങളും നോക്കി, തിരുവല്ലയാണെങ്കിലും ഏവൂരാണെങ്കിലും ഇവിടെ പണ്ട് കൂത്തായിരുന്നു വഴിപാടായി നടത്തപ്പെട്ടിരുന്നു, കൂത്തും കൂടിയാട്ടം. ആറന്മുള ക്ഷേത്രം അവിടെയും എഴുതി വെച്ചിട്ടുണ്ട്. തിരുവല്ല ശാസനത്തിൽ തന്നെ കാളിയാങ്കം പോലെയുള്ള കൂടിയാട്ടം നടത്തുന്നതിന് ഭൂമി എഴുതി കൊടുത്തതിൻ്റെയും പഞ്ചാരപ്പായസം വെക്കുന്നതിൻ്റെ ചിലവ് ഇത്ര തുക അടച്ചോളാം എന്നുള്ളതൊക്കെ തിരുവല്ല ശാസനത്തിൽ തന്നെ കാളിയാങ്കം കൂടിയാട്ടം നടത്തുന്നതിനെ പറ്റി എഴുതി വെച്ചിട്ടുണ്ട്, തിരുവല്ല ശാസനത്തിലുണ്ട്. അപ്പോൾ ആ തിരുവല്ലയും ആസ്ഥാനമായിരുന്നു. കവിയൂര് അതിൻ്റെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു. പിന്നെ അമ്പലപ്പുഴ പരിസരത്ത് നമ്മൾ കുട്ടനാട്ടിലേക്ക് കയറുമ്പോൾ ധാരാളം ചങ്ങങ്കരി ക്ഷേത്രം, തകഴി ക്ഷേത്രം. തകഴിയിലിപ്പോൾ അമ്പലപ്പുഴയാണെങ്കിൽ നാടകശാലയിലാണ്. അവിടുത്തെ പ്രാധാന്യം അറിയാലോ. മുമ്പ് വേണു സാറ് ഇവിടെ ചെങ്ങന്നൂർ വേദിയിൽ അത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നങ്ങ്യാർകൂത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഉത്സവ ദിവസം അഷ്ടമിരോഹിണിയുടെ അന്ന് അവതാരം നങ്ങ്യാർകൂത്ത് അവതരിപ്പിക്കുന്ന സമയത്ത് ഭഗവാൻ അവിടെ വന്നിരുന്ന് മണിക്കിണറിലിരുന്ന് കാണുന്നൊരു സങ്കല്പം മാത്രമല്ല, അത് കഴിഞ്ഞ് നങ്ങ്യാർ അകത്ത് പോയി തൊഴുത് ആദ്യത്തെ പ്രസാദം അമ്മയുടെ സ്ഥാനമായിട്ടുള്ള ഈ നങ്ങ്യാർക്ക് കൊടുത്തതിൻ്റെ ശേഷമേ ബാക്കിയുള്ള ആളുകൾക്കൊക്കെ ഉണ്ണിയപ്പം മേടിച്ചൊക്കെ കൊടുക്കുള്ളൂ. അങ്ങനെ പ്രാധാന്യത്തോടുകൂടി അവതരിപ്പിക്കുന്ന ഒരു ക്ഷേത്രമാണ് നാടകശാലയിൽ. കൂത്തമ്പലത്തിന് പകരം നാടകശാലയിൽ അവതരിപ്പിക്കുന്ന ക്ഷേത്രമാണ് അമ്പലപ്പുഴ. അമ്പലപ്പുഴ പോലെ തന്നെയാണ് തകഴി ക്ഷേത്രത്തിലും നാടകശാലയിലും. അവിടുന്ന് നോക്കുമ്പോൾ ഈ 18 കരികൾ, പിന്നെ കാണുന്നത് ഈ നമ്മൾ കുട്ടനാട് മേഖലയിലേക്ക് കിടക്കുമ്പോൾ ഈ 18 കരികളാണ്. ആ 18 കരികളിലും പല ക്ഷേത്രങ്ങളിലും കൂത്തടിയന്തരങ്ങൾ നടത്തപ്പെട്ടിരുന്നു. അവിടെയൊക്കെ പ്രബന്ധക്കൂത്തിന് പ്രാധാന്യം കൂടുതലായിട്ടുണ്ടെങ്കിലും നങ്ങ്യാർകൂത്ത് നടത്തിയിരുന്ന പല ക്ഷേത്രങ്ങളും, പ്രധാനമായിട്ട് ഈ വൈഷ്ണവ അംശങ്ങളുള്ള, വൈഷ്ണവ പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളിലൊക്കെ നങ്ങ്യാർകൂത്ത് നടത്തപ്പെട്ടിട്ടുണ്ട്. അത് ഓണാട്ടുകരയുടെ ഒരു പ്രദേശം, ഭൂമിശാസ്ത്രത്തിൽ ഞാനത് പറഞ്ഞു എന്നുള്ളത് പോയി, ഹരിപ്പാട് കൂടാതെ തന്നെ. ഇങ്ങനെ പൊതിയിൽ കുടുംബത്തിന് പിന്നെ ഏവൂര് ക്ഷേത്രം, വേളോർവട്ടം ക്ഷേത്രം, നങ്ങ്യാറോളങ്കര ക്ഷേത്രം, പത്തിയൂര്, ഈ ഏവൂരിൻ്റെ തൊട്ടടുത്തുള്ള നമ്മൾ പത്തിയൂർ ശങ്കരൻകുട്ടിയുടെ പത്തിയൂർ ക്ഷേത്രം, തണ്ണീർമുക്കം ടെമ്പിൾ. തണ്ണീർമുക്കത്ത് വിഷ്ണുവും ശിവനും കൂടിയുള്ളൊരു ക്ഷേത്രമുണ്ട്, വളരെ പഴയൊരു ക്ഷേത്രമാണ് തണ്ണീർമുക്കം ബണ്ടിൻ്റെ അടുത്തുള്ളത്. അവിടെയും ഇതുണ്ടായിരുന്നു. പൂഞ്ഞാർ ശാസ്താക്ഷേത്രം, ഭരണങ്ങാനം ക്ഷേത്രം, അതൊക്കെ കോട്ടയത്തിൻ്റെ ഭാഗം. പിന്നെ കീഴില്ലം മഹാദേവ ക്ഷേത്രം, ചേരാനല്ലൂര്, തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, അവിടെയൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്. കിടങ്ങൂര് നരസിംഹസ്വാമി ക്ഷേത്രം, പൊതിയിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, ഇരിങ്ങൂർ ശാസ്താക്ഷേത്രം, തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രം, തിരുവട്ടാർ ആദികേശവ പെരുമാൾ, പത്മനാഭപുരം ക്ഷേത്രം, മണികണ്ഠപുരം ക്ഷേത്രം, കാടമുറി ക്ഷേത്രം, ഇവിടെയുള്ള കാടമുറി നരസിംഹസ്വാമി ക്ഷേത്രം, മാങ്ങാനം നരസിംഹസ്വാമി ക്ഷേത്രം, മാങ്ങാനം താമരശ്ശേരി ക്ഷേത്രം, ഏഴിപ്പുറം ക്ഷേത്രം, തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രം, അവിടെയും പൊതിയിൽ കുടുംബത്തിന് അവകാശം ഉണ്ടായിരുന്നു. പാഴൂർ ക്ഷേത്രം, കാരണം ഈ പറഞ്ഞ പോലെ ആലുവ വെള്ളാരപ്പള്ളി പ്രദേശത്തു നിന്ന് വന്നുകൊണ്ടാവണം ആ പ്രദേശത്തും അവർക്ക് അടിയന്തരങ്ങളുണ്ട്. ഇങ്ങനെ വെച്ചൂര്, വൈക്കം വെച്ചൂര് ക്ഷേത്രത്തിൻ്റെ, വെച്ചൂരൊക്കെ നമ്പ്യാർ കുടുംബത്തിനും ഈ പറഞ്ഞ പോലെ ചാക്യാമാർക്ക് മാത്രമല്ല നമ്പ്യാർ കുടുംബത്തിനും പ്രാധാന്യമുണ്ടെന്ന് പറഞ്ഞല്ലോ. വെച്ചൂര് ധാരാളം ഭൂമി കരവഴിവായിട്ട് കൊടുത്തിട്ടുള്ള പ്രസിദ്ധനായിട്ടുള്ള വെച്ചൂരൊരു നമ്പ്യാർ കുടുംബം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ പൊതിയിൽ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട ഇത്രയും ക്ഷേത്രങ്ങൾ ഈ പൊതിയിൽ കുടുംബത്തിൻ്റെ അവതരണം പോലെ തന്നെ പ്രധാനമാണ് കിടങ്ങൂര് ചെറിയ പരീക്ഷ ക്ഷേത്രം. കാരണം ഈ രണ്ട് കുടുംബങ്ങളാണ് കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ഒരു പകുതി വരെ ഈ അവതരണങ്ങൾ നിലനിർത്തുന്നത്. അപ്പോൾ പൊതിയിൽ കുടുംബത്തിനുള്ള സ്ഥലങ്ങളിൽ തന്നെ വീണ്ടും നമ്മുടെ കിടങ്ങൂര് ചെറിയ പരീക്ഷ കുടുംബത്തിനും ആവർത്തനം വരാം. കാരണം രണ്ടു കൂട്ടർക്കും ഒരേപോലെ അവകാശമുള്ള ക്ഷേത്രങ്ങൾ ധാരാളമാണ്.
ചെറിയ പരീക്ഷ ഇവിടെയൊക്കെ വളരെ പ്രസിദ്ധന്മാരായിട്ടുള്ള അനവധി ചാക്യാന്മാരുണ്ടായിട്ടുണ്ട്. പൊതിയിൽ രാമചാക്യാർ, പൊതിയിൽ നാരായണ ചാക്യാർ, കൊച്ചു നാരായണ ചാക്യാർ. അതിനകത്ത് വിശാഖം തിരുനാൾ വീരശൃംഖല നൽകി കൊല്ലവർഷം 1022 അന്തരിച്ചത് പൊതിയിൽ വലിയ നാരായണ ചാക്യാർക്കാണ്. പിന്നെ ഒരു നീലകണ്ഠ ചാക്യാർ ഉണ്ടായിരുന്നു. കൊച്ചുനാരായണ ചാക്യാരാണ് തോട്ടം ശങ്കരൻ നമ്പൂതിരിയെ നാട്യം അഭ്യസിപ്പിച്ചത്. അപ്പോൾ ഈ കഥകളിക്ക് കണ്ണുകൊടുത്തത് കൂടിയാട്ടമാണ് എന്ന് കൃഷ്ണനായരാശാനെയും മാണിമാധവ ചാക്യാരെ സംബന്ധിച്ച് പറയാറുണ്ട്. അതിന് മുമ്പേ തന്നെ മധ്യ തിരുവിതാംകൂറിലും കണ്ണു കൊടുത്തിരുന്നു. അത് തോട്ടം ശങ്കരൻ നമ്പൂതിരിക്ക് കണ്ണുകൊടുത്തത് പൊതിയിൽ കൊച്ചുനാരായണ ചാക്യാരാണ്. ഇങ്ങനെ പൊതിയിൽ കുടുംബത്തിൻ്റെ ഇപ്പോൾ ഈ പൊതിയിൽ രാമചാക്യാരുടെയൊക്കെ വളരെ പ്രസിദ്ധ പൊതിയിൽ വാക്ക്, കുട്ടഞ്ചേരി ഫലിതം, അമ്മന്നൂർ അഭിനയം എന്നൊരു ചൊല്ല് തന്നെ കൂടിയാട്ടക്കാരുടെ ഉണ്ട്. ഞാൻ അതിൻ്റെ നേരം പോക്ക് പറയാം. എൻ്റെ ഇടയിൽ ഈ പൊതിയിൽ ചാക്യാന്മാർക്കാണ് വാക്കിന്, അതായത് പ്രബന്ധം പറഞ്ഞു തുടങ്ങിയ സമയത്ത് ഈ സംസ്കൃത ചമ്പു പ്രബന്ധങ്ങൾ ഉണ്ടായി അത് വ്യാഖ്യാനിച്ച് പറഞ്ഞു തുടങ്ങിയൊരു കാലമായപ്പോൾ ഏറ്റവും സമർത്ഥമായിട്ട് അതിനെ വ്യാഖ്യാനിച്ച് പറഞ്ഞിരുന്നതായിട്ട് പറയുന്നത് ഈ പൊതിയിൽ വലിയ നാരായണ ചാക്യാരാണ്. കുട്ടഞ്ചേരി ഫലിതം, കുട്ടഞ്ചേരിക്ക് അസാധ്യമായ ഫലിതം ഉണ്ടായിരുന്നു. എന്ത് പറഞ്ഞാലും ശരിക്കും ഫലിതം ഉണ്ടായിരുന്നു. അമ്മന്നൂരിന് വാക്കില്ല, അഭിനയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പറയുന്നത്. ഈ അമ്മന്നൂർ കുടുംബം അതിൻ്റെ ഇപ്പോഴത്തെ ശാഖ മൂഴിക്കുളത്തും ഇരിങ്ങാലക്കുടയാണ്. ശരിക്കും ഇവർ മലബാറിൽ നിന്ന് മലപ്പുറത്തു നിന്ന് വന്ന വിഭാഗമാണ്, പടയോട്ടക്കാലത്ത് ഇങ്ങോട്ട് പോകുന്നതാണ്. അതിന് മുമ്പ് തന്നെ സാമൂതിരിയായിട്ട് അവിടെയും പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അവിടുത്തെ നാടുവഴിയായിട്ട് പ്രശ്നമായിട്ടാണ് അവർ കൊച്ചിയിലേക്ക് വന്നത്. അപ്പോൾ ഒരിക്കൽ കുട്ടഞ്ചേരി ചാക്യാർ ഒരു കൂടിയാട്ടം കൂത്തുണ്ടെങ്കിലും കൂടിയാട്ടത്തിന് പോകും. അപ്പോൾ ഒരു കൂടിയാട്ടത്തിന് അണിയെല്ലാം തികയാഞ്ഞിട്ട് മൂഴിക്കുളത്തേക്ക് മരുമകനെ വിട്ടു. അവിടെ പോയി കുറച്ച് അണിയലും കൊണ്ടുവരണമെന്നോ. അപ്പോൾ അദ്ദേഹം അണിയലൊക്കെ ആയിട്ട് മടങ്ങി വന്നപ്പോൾ ചോദിച്ചു, എന്തെങ്കിലും പറഞ്ഞോ? അമ്മന്നൂർ മാധവ ചാക്യാരാണ്. ഈ ഓരോ കുടുംബത്തിനും പേരുണ്ടാവും. അപ്പോൾ പൊതിയിലാണെങ്കിൽ പരമേശ്വര ചാക്യാരും നാരായണ ചാക്യാരും ഒക്കെയാണ് കൂടുതലുണ്ടാവുക. അമ്മന്നൂരാണെങ്കിൽ മാധവ ചാക്യാർ, പരമേശ്വര ചാക്യാർ. ചില സ്ഥലങ്ങളിൽ ദാമോദര ചാക്യാരുണ്ട്. ഈ ഒരു കുടുംബത്തിലെ ഒരു പേര് തന്നെ ഇങ്ങനെ ആവർത്തിക്കും. രാമചാക്യാർ, നാരായണ ചാക്യാർ, നീലകണ്ഠ ചാക്യാർ, പരമേശ്വര ചാക്യാർ, മാധവ ചാക്യാർ, ദാമോദര ചാക്യാർ. ഇത്രയേ ഉള്ളൂ. പിന്നെ വേറൊരു ചാക്യാരില്ല, കൃഷ്ണ ചാക്യാരൊന്നുമില്ല. ഈ പേരുകളൊക്കെ നിലവിലുള്ളൂ. അപ്പോൾ മാധവ ചാക്യാർ എന്ത് പറഞ്ഞു എന്ന് ചോദിച്ചു അണിയലം കൊടുത്തു വിട്ടപ്പോൾ. അപ്പോൾ പറഞ്ഞു, അത് ഏറ്റവും നല്ല അണിയലം നോക്കിയിട്ട് കൊടുക്കണം കേട്ടോ എന്ന് മരുമകനോട് പറഞ്ഞു. അങ്ങനെയാണ് എടുത്തു തന്നത്. ഏറ്റവും നല്ല അണിയലം നോക്കി കൊടുക്കണം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കുട്ടഞ്ചേരി ചാക്യാർ ചോദിച്ചു, ഓ അത്രയ്ക്കൊക്കെ പറയാറായോ അവർ? പറയുകയാണോ അതോ മുദ്ര കാണിക്കുകയാണോ ഉണ്ടായതോ? അതായത് അതിൻ്റെ ധ്വനി എന്താ വെച്ചാൽ ആടാ ചാക്യാർക്ക് അണിയലം കേണം എന്നാണ് ഒരു പ്രയോഗം. അതായത് അഭിനയത്തിന് വലിയ കഴിവില്ലെങ്കിൽ അയാളുടെ അണിയലോ ആഹാരം നന്നാവണം എന്നാണ്. അപ്പോൾ കുട്ടഞ്ചേരി ചാക്യാരല്ലേ അണിയലം വേണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഏറ്റവും നല്ല അണിയലം കൊടുക്കാൻ പറഞ്ഞത്, ഉള്ളതിൽ മോശമാവണ്ട. അപ്പോൾ കുട്ടഞ്ചേരി ചാക്യാരെ തിരിച്ചുള്ള ചോദ്യം, അവരെ അത്രയ്ക്കൊക്കെ പറയാറായോ? പറയുകയാണോ അതോ മുദ്ര കാണിക്കുകയാണോ ഉണ്ടായത്? ഇത് ഇവരുടെ ഇടയിലുള്ള ഒരു നേരമ്പോക്ക് പ്രയോഗങ്ങളാണ്. ഓരോ കുടുംബത്തിൻ്റെയും പ്രാധാന്യം. അപ്പോൾ ഞാൻ പൊതിയിൽ കുടുംബത്തിൻ്റെ പ്രാധാന്യം ഈ വാക്കിലാണ്, വാക്കിൻ്റെ ശക്തിയാണ്. കുട്ടഞ്ചേരിക്ക് ഫലിത, മന്നൂർ, ഇത് ഇവരുടെ ഇടയിലുള്ള ഒരു വർത്തമാനമാണ്. പിന്നെ ഉള്ളത് നമ്മൾ ചെറിയ പരീക്ഷ ചാക്യാരാണ്. ചെറിയ പരീക്ഷ ചാക്യാർക്കും ഈ കൂട്ടത്തിൽ അടിയന്തരങ്ങളിലുള്ള പ്രാധാന്യമുള്ളത് ഇടങ്ങൂര് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ഇടങ്ങൂര് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലും ഈ തലയെ കെട്ടുക എന്നുള്ള ഒരു വളരെ ചോപ്പൂണി കെട്ടി കാണുക, കൊടിയേറുന്ന സമയത്തും കൊടി ഇറങ്ങുന്ന സമയത്തും ചാക്യാർ തലയെ കെട്ടണം എന്നാണ് ഇടങ്ങൂര് അമ്പലത്തിലെ പ്രമാണം. അതേപോലെ നായത്തോട് ശിവക്ഷേത്രം, വെള്ളൂര് അന്നമനട മഹാദേവ ക്ഷേത്രം, തിരുനക്കര ശിവക്ഷേത്രം, ആയാങ്കുടി ശിവക്ഷേത്രം, വൈക്കം ശിവക്ഷേത്രം, ഉദയനാപുരം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, ഏറ്റുമാനൂർ ശിവക്ഷേത്രം, കുമാരനെല്ലൂർ ദേവീക്ഷേത്രം, പെരുന്തോട്ടം ശ്രീകൃഷ്ണ ക്ഷേത്രം, തോട്ടം ശിവക്ഷേത്രം, നാൽപ്പത്തണ്ണീശ്വരം ശിവക്ഷേത്രം, ചേർത്തലയിലുള്ള നാൽപ്പത്തണ്ണീശ്വരം. അവിടെയും ഇപ്പോഴും അടിയന്തരമായിട്ട് നടക്കാറുണ്ട്. അത് പക്ഷേ ചെറിയ പരീക്ഷ ഇപ്പോൾ ആളില്ലാത്തതുകൊണ്ട് മറ്റുള്ള കുടുംബങ്ങളിൽ നിന്നാണ് നടത്തുന്നത്. തുറവൂർ നരസിംഹസ്വാമി ക്ഷേത്രം, തുറവൂർ അമ്പലത്തിൽ ചെറിയ പരീക്ഷയ്ക്കായിരുന്നു. എറണാകുളം ശിവക്ഷേത്രം, രാമപുരം ശ്രീരാമക്ഷേത്രം, രാമമംഗലം ശിവക്ഷേത്രം, പാലാക്ഷേത്രം, ഇങ്ങനെ തുടങ്ങി നിരവധി ക്ഷേത്രങ്ങൾ ചെറിയ പരീക്ഷ കുടുംബത്തിന് അടിയന്തരമുണ്ട്. ഇന്നിപ്പോൾ ചെറിയ പരീക്ഷ കുടുംബത്തിൽ ആളില്ലാത്തത് കൊണ്ട്
അമ്മന്നൂർ പൊതിയിൽ കുടുംബങ്ങളിലെ അംഗങ്ങളാണ് അവിടുത്തെ അടിയന്തരം നടത്തി വരുന്നത്. ഇങ്ങനെ മധ്യ കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ കണക്കെടുത്താൽ ഞാൻ പറഞ്ഞത് ഈ ധാരാളം അവതരണങ്ങൾ എന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇത്രത്തോളം വിപുലമായിട്ടുള്ള കൂടിയാട്ട അവതരണങ്ങൾ, കൂത്തവതരണങ്ങൾ മധ്യ കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളും ധാരാളം, ഒരു പക്ഷേ കൊച്ചിയിലെ ക്ഷേത്രങ്ങളെക്കാൾ അധികം ഈ കോട്ടയം, ഓണാട്ടുകര, പത്തനംതിട്ടയുടെ കുറച്ച് ഭാഗം, കോട്ടയത്തിൻ്റെ കുറച്ച് ഭാഗം ഉൾപ്പെടുന്ന എറണാകുളം കൂടി ചേരുന്ന ചില പ്രദേശങ്ങളിൽ അതിധാരാളം അവതരണങ്ങൾ നടന്നിരുന്നു. അത് ക്രമത്തിൽ ഇല്ലാണ്ട് ആയതാണ് നമുക്ക് ഇന്ന് കൂടിയാട്ടവും കൂത്തും ഇവിടെ പ്രചാരം കുറവാണ് എന്നുള്ളൊരു തോന്നലിന് കാരണം. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ വളരെ പ്രഗത്ഭന്മാരായിട്ടുള്ള ചാക്യാന്മാരുണ്ടായിട്ടുണ്ട്. പൊതിയിലെ ചെറിയ പരുഷ ഒരു ചെറിയ പരുഷ ചാക്യാരാണ്, ചെറിയ രാമചാക്യാരാണ് മന്ത്രാംഗം അവതരണം, 41 ദിവസം നിൽക്കുന്ന വാക്പ്രാധാന്യമുള്ള മന്ത്രാംഗം കൂടിയാട്ടം ഇന്നത്തെ നിലയിലേക്ക് ചിട്ടപ്പെടുത്തി എടുത്തത് കിടങ്ങൂര് ചെറിയ രാമചാക്യാരാണ്. ഇന്ന് കാണുന്ന മന്ത്രാംഗത്തിൻ്റെ രൂപം അതാണ്. എന്ന് മാത്രമല്ല, ഈ മന്ത്രാംഗത്തിൽ നമ്മുടെ ഈ മധ്യ കേരളത്തിൻ്റെയും തിരുവിതാംകൂറിൻ്റെയൊക്കെ ഭാഷാശൈലി കൂടുതലായിട്ട് കാണാം. ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഇതിനൊക്കെ പറയുമ്പോൾ മറ്റ് ഭാഗങ്ങളും കൂടിയൊക്കെ ഇതുമായിട്ട് സ്പർശിക്കേണ്ടതായിട്ട് വരും. അതായത് പുരുഷാർത്ഥക്കൂത്തിൽ ബ്രാഹ്മണ സംബന്ധിയായിട്ട്, അമ്പലവാസികളെ സംബന്ധിയായിട്ടുള്ള പരാമർശങ്ങളാണ് പുരുഷാർത്ഥക്കൂത്ത്. വിവാദം, വിനോദം, വശനം, രാജസേവ തുടങ്ങിയ 5 ദിവസത്തെ അവതരണത്തിൽ അമ്പലവാസികൾ, ക്ഷേത്ര ഉപജീവികളുമായി ബന്ധപ്പെട്ടാണ്. നായർ സമുദായത്തെ പോലും അതിനകത്ത് കൂടുതലായിട്ട് സ്പർശിക്കുന്നില്ല. മറ്റു പല ജാതികളുടെയും പറയുന്നത് പോലെ ഈ നായർ സമുദായത്തെ പോലും സ്പർശിക്കുന്നില്ല. എന്നാൽ മന്ത്രാംഗത്തിന് കുറേ കൂടി നാടോടി സ്വഭാവം ഉള്ളതുകൊണ്ട് മന്ത്രാംഗത്തിലേക്ക് നമ്മൾ കാണുന്നത് നായർ സമുദായത്തിനെ കൂടുതലായിട്ട് കഥാപാത്രങ്ങളാക്കുകയും പേകഥകളിലൂടെയും മറ്റുള്ള അവതരണങ്ങളിലൂടെയും അവരെ കൂടുതൽ പരിഹാസത്തിനും വിമർശനത്തിനും ഒക്കെ വിധേയരാക്കുന്ന ഒരു സ്വഭാവം മന്ത്രാംഗത്തിൽ കാണാറുണ്ട്. ആ മന്ത്രാംഗ കൂടിയാട്ടത്തിലൊക്കെ ഈ തിരുവിതാംകൂറിൻ്റെ ഈ കോട്ടയത്തേക്ക് ഒരു ഭാഷ തന്നെ ചില സമയങ്ങളിൽ നമുക്ക് കാണാറുണ്ട്. അതായത് ചാക്യാന്മാരുടെ ഭാഷയാണെങ്കിൽ പോലും അതാത് പ്രദേശങ്ങളിലെ ചില പ്രയോഗങ്ങൾ കാണാറുണ്ട്. പയറ് വിതച്ച കഥ എന്ന് പറയുന്ന അതിനകത്ത് ഒരു പേകഥയിൽ കുമ്പിളിയച്ച കൂവേ എന്നൊരു പ്രയോഗമുണ്ട്. കുമ്പിളിയച്ച കൂവേ, അതായത് ആ മുകളിലേക്ക് ഐരാവത്തിൻ്റെ വാല് പിടിച്ച് പോകുന്ന സമയത്ത് ഇവിടെ താഴേന്ന് വിളിക്കുന്നതാണ് കുമ്പിളിയച്ച കൂവേ. അപ്പോൾ എടാ കൂവേ എന്നുള്ള പ്രയോഗം ഈ കോട്ടയത്തിൻ്റെ ഓണാട്ട് ഈ ഒരു പ്രദേശം കോട്ടയത്തിൻ്റെ ഒരു ഭാഷാശൈലിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഭാഷാശൈലികൾ പോലും നമ്മുടെ സംഭാവനയായിട്ട് അല്ലെങ്കിൽ ഈ പ്രദേശത്തിൻ്റെ ഒരു സ്വഭാവത്തെ കാണിക്കുന്നു. ഈ പറഞ്ഞ പോലെ കുറുപ്പിൻ്റെ കളരി സ്വഭാവങ്ങൾ, ഇതെല്ലാം ഈ ഒരു പ്രദേശത്തിൻ്റെ ഒരു ഭൂമികയുടെ സ്വഭാവത്തെയാണ് കൂടുതലായിട്ട് കാണിക്കുന്നത് മന്ത്രാംഗത്തിൽ. അപ്പോൾ അഭിനയത്തിൽ നമുക്കൊരു പക്ഷേ ആട്ടപ്രകാരങ്ങളിൽ അത്രത്തോളം ഒരു പ്രദേശത്തിൻ്റെ മാത്രമായിട്ട് കണ്ടെത്താൻ പറ്റില്ലെങ്കിലും പുരുഷാർത്ഥക്കൂത്തിലും മന്ത്രാംഗം പോലെയുള്ള വാക്പ്രാധാന്യമുള്ള കൂടിയാട്ട ഭാഗങ്ങൾ ഒരു പ്രദേശത്തിൻ്റെ ഒരു ഭാഷാ സ്വഭാവത്തെയും കഥാപാത്ര സ്വഭാവങ്ങളെയും നമുക്ക് നിർണ്ണയിക്കാൻ കഴിയും. അതിൽ മന്ത്രാംഗത്തിൽ കൂടുതലായിട്ട് നിലനിൽക്കുന്നത് ഈ മധ്യ കേരളത്തിൻ്റെ സ്വഭാവമാണ്. ഇങ്ങനെ നമ്മൾ കൂടിയാട്ടത്തിൻ്റെ 55 കൂടിയാട്ടത്തിൻ്റെ ഒരു പൊതു സ്വഭാവത്തിൽ നോക്കുമ്പോൾ മധ്യ കേരളത്തിൻ്റെ വലിയ നിർണായകമായിട്ടുള്ള ഒരു പങ്ക് കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിന് മുമ്പേ ആവാം. കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിലൊന്നും നമ്മൾ അത്രയും പ്രഗത്ഭമതികളായിട്ടുള്ള പ്രയോക്താക്കളെ ഈ പ്രദേശത്ത് ഉള്ളതായിട്ട് പറഞ്ഞു കേട്ടിട്ടില്ല. എന്നാൽ പക്ഷേ ഒരു നൂറ്റാണ്ടിന് മുമ്പ് വളരെ സമൃദ്ധമായ ഒരു അന്തരീക്ഷം മധ്യ കേരളത്തിനുണ്ടായിരുന്നു. അത് വീണ്ടും ഇപ്പോൾ വെന്നിമലയിലൊക്കെ നമ്മൾ മുടങ്ങിക്കിടന്ന കൂടിയാട്ടം വീണ്ടും തുടങ്ങി. ചെങ്ങന്നൂർ കേന്ദ്രീകരിച്ച് വളരെ വിപുലമായിട്ട് നിരന്തരം കൂടിയാട്ടം നടക്കുന്നു. ഹരിപ്പാട് കുറേ വർഷങ്ങളായിട്ട് എല്ലാ മാസവും അവതരണങ്ങൾ നടത്തുന്നു. അത് കൂടിയാട്ടത്തിന് കിട്ടുന്ന ഒരു തെളിച്ചമായിട്ടൊരു വെളിച്ചമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. കഥകളിയോടൊപ്പം തന്നെ ഇപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കൂത്തും കൂടിയാട്ടവും വഴിപാടായിട്ട് നടത്തിയിരുന്ന ക്ഷേത്രങ്ങൾ അതില്ലാണ്ടായ സമയത്ത് അവിടെയൊക്കെ പല ക്ഷേത്രങ്ങളിലും തിരുവിതാംകൂറിൽ കഥകളിയുടെ വഴിപാടുകളായിട്ട് അത് മാറിയിട്ടുണ്ട്. കൂത്തമ്പലങ്ങളുള്ള ക്ഷേത്രങ്ങളിലും അവതരണങ്ങൾക്ക് സാധ്യതയില്ലാതെ പല കൂത്തമ്പലങ്ങൾ കിടക്കുന്നു. കടങ്ങൂർ ക്ഷേത്രമൊക്കെ വളരെ പ്രാധാന്യം ഒരു നമുക്കെല്ലാം അറിയുന്ന പോലെ ഒരു കുറുന്തോട്ടിയുടെ തൂണ് ഉണ്ടെന്ന് പറയുന്ന ഒരു ക്ഷേത്രമാണ് കടങ്ങൂർക്ക്. അപ്പോൾ അത്രത്തോളം വളരെ പ്രാധാന്യമുള്ള നിരവധി പ്രാചീനങ്ങളായ ക്ഷേത്രങ്ങൾ പലർക്കും അവിടെ അടിയന്തരം ഉണ്ടായിരുന്നെന്ന് പോലും അറിയില്ല എന്നുള്ളതാണ് ഇത്തരം അവതരണങ്ങൾ തിരിച്ചു കൊണ്ടുവരാനുള്ള പ്രശ്നം. ഇപ്പോൾ നമുക്കിവിടെ തന്നെ കൂത്തമ്പലങ്ങൾ സുരേഷ് സാറ് പറഞ്ഞ പോലെ എത്ര കൂത്തമ്പലങ്ങളാണ്. തിരുനക്കര കൂത്തമ്പലം, കിടങ്ങൂർ കൂത്തമ്പലം, തിരുവാർപ്പ് കൂത്തമ്പലം, അങ്ങനെ തുടങ്ങി ഈ പ്രദേശത്ത് തന്നെ കൂത്തമ്പലങ്ങൾ തന്നെ ധാരാളമാണ്. അപ്പോൾ കോട്ടയം എന്ന് പറയുന്നത് വളരെ സമൃദ്ധമായ ഒരു ഭൂപ്രദേശമാണ്. അപ്പോൾ അങ്ങനെയുള്ള അടിയന്തരങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഒരു ഗുണം പ്രയോക്താക്കൾക്കും കൂടി അത് ഉപകരിക്കപ്പെടുന്നതാണ്. നിരന്തരം അവതരണം നടത്തുന്നത് കൊണ്ട് ഇപ്പോൾ അങ്കുര്യാംഗം പോലെയുള്ള അവതരണ ഭാഗങ്ങൾ 12 ദിവസം കൊണ്ടൊക്കെ അഭിനയിക്കാൻ വളരെ വിഷമമാണ്. അതിൻ്റെ അത്രയും വിസ്തൃതമായ ആട്ടപ്രകാരമാണ്. പക്ഷേ 12 ദിവസം കൊണ്ട് വളരെ വേഗത്തിൽ അത് ചെയ്ത് തീർക്കുന്നത് ഒരു വഴിപാടിൻ്റെയും കൂടി സങ്കല്പത്തിലാണ്.
പക്ഷേ അതിനെ സൂക്ഷ്മമായിട്ട് നമ്മൾ അവതരിപ്പിക്കുകയാണെങ്കിൽ നടന്മാർക്ക്, പ്രയോക്താക്കൾക്ക് കൂടിയാട്ടം പോലെയുള്ള ഒരു കലയിൽ നിരന്തരം, ഇപ്പോൾ കഥകളി പോലെ ധാരാളം വേദി കിട്ടാത്ത ഒരു കലാരൂപം എന്നുള്ള നിലയിൽ സമർത്ഥന്മാരായ സുശിക്ഷിതന്മാരായിട്ടുള്ള പ്രയോക്താക്കളെ സൃഷ്ടിക്കുന്നതിനും കൂടി ഈ അടിയന്തര കൂത്തുകൾക്ക് പ്രാധാന്യമുണ്ട്. അത് പണ്ടും അങ്ങനെ തന്നെയാണ്. ഈ അടിയന്തര കൂത്തിന് ധാരാളം പ്രേക്ഷകരുണ്ടാവില്ല. പ്രേക്ഷകരുണ്ടാവുക അത് കാഴ്ചക്കൂത്തിനാണ്. വിശേഷാൽ കൂത്ത് നിർണയിച്ച് വിശേഷാൽ കൂത്തവതരണങ്ങൾ നടത്തുമ്പോഴാണ് പ്രേക്ഷകരുണ്ടാവുക. അല്ലാത്ത അടിയന്തര കൂത്തുകൾക്ക് പ്രേക്ഷകരുടെ എണ്ണം പണ്ടേ കുറവായിരുന്നു. പക്ഷേ അത് കൂടിയാട്ടത്തിൻ്റെ എല്ലാ ആട്ടപ്രകാരങ്ങളെയും പൂർണ്ണമായിട്ട് സംരക്ഷിക്കുവാനും പ്രയോക്താക്കൾക്ക് അത് പരിചയിക്കുന്നതിനും ഈ അടിയന്തര കൂത്തുകൾ വളരെ വലിയ സഹായമായിരുന്നു. പ്രബന്ധക്കൂത്ത് അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇന്ന് ഈ ഒറ്റക്കൂത്തുകൾ കുറച്ചു നേരം വന്ന് തമാശ പറഞ്ഞ് രസിപ്പിച്ചു പോകുന്ന ഒറ്റക്കൂത്തുകൾക്കപ്പുറം സംസ്കൃത സാഹിത്യത്തിൻ്റെ പൂർണ്ണ ഫലത്തെ, സത്തയെ ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള നിരന്തരം 41 ഒരു മണ്ഡലക്കാലമാണ് കുറഞ്ഞ പക്ഷത്തിലുള്ള അവതരണ സമയം. അങ്ങനെയുള്ള അവതരണങ്ങൾ കിട്ടുകയാണെങ്കിൽ നമ്മുടെ പല പ്രബന്ധങ്ങളും, ഇപ്പോൾ അമ്മന്നൂർ മാധവചാക്യാരും പൈങ്കുളം രാമചാക്യാരും മരിച്ചപ്പോൾ തന്നെ പല പ്രബന്ധങ്ങളും ഇല്ലാണ്ടായി. അടുത്ത തലമുറ ഇല്ലാണ്ടാവുമ്പോൾ വീണ്ടും കുറേ പ്രബന്ധങ്ങളുടെ അവതരണങ്ങൾ ഇല്ലാണ്ടാവും. അങ്ങനെ രചിക്കപ്പെട്ടുള്ള പല നിരവധി പ്രബന്ധങ്ങളിലെ അവതരണം, ഇതെല്ലാം ഈ വാമൊഴി വഴക്കായിട്ട് നിലനിൽക്കുന്നതാണ്. അതൊക്കെ ഇല്ലാതെ ആവുന്നത് കൂടിയാട്ടത്തിൻ്റെ സമ്പത്തിനെ തന്നെ, ഈ പ്രാചീന സമ്പത്തിനെ ഇല്ലാണ്ടാക്കും. അതിന് ഇത്തരം അടിയന്തരങ്ങൾ, സ്ഥലങ്ങൾ, ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ച്, കാരണം ക്ഷേത്രമാകുമ്പോൾ അതിനകത്തൊരു സമർപ്പണ ഭാവം ഉണ്ടാവും. അതല്ലാതെയും സമർപ്പണം ചെയ്യാം. പക്ഷേ ആ വ്യവസ്ഥിതി നമ്മളെ കുറേ കൂടി അത് ചെയ്യാൻ പ്രേരിപ്പിക്കുകയും സംഘടിപ്പിക്കുന്നവരെ തന്നെ പലതരത്തിൽ അത് സ്വോദ്ദേശമായിട്ട് അത് ചെയ്യുന്നതിന് ഉള്ളൊരു പ്രേരണ. ഇപ്പോൾ പടയണി പോലും നമ്മൾ നിലനിന്നത് വിശ്വാസത്തിൻ്റെ ഭാഗത്തിലാണ് എന്ന് മുൻപുള്ളവർ പറഞ്ഞില്ല. അതേപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ കൂടെ അത് സംരക്ഷിക്കപ്പെടുന്നത് പല നിലയ്ക്കും കലാരൂപത്തിന് നല്ലതാണ്. കാഴ്ചക്കൂത്തുകൾ ഇതിൽ നിന്ന് വിശേഷാൽ നടത്തുന്നത് അതിൻ്റെ കലാപരമായിട്ടുള്ള മനോഹാരിതയും നിലനിർത്താൻ സഹായിക്കും. അതുകൊണ്ട് ഇത്തരം ക്ഷേത്രങ്ങളിലുള്ള അവതരണങ്ങൾ വീണ്ടെടുക്കുകയാണെങ്കിൽ ഈ കോട്ടയത്തിൻ്റെയും മധ്യ തിരുവിതാംകൂറിൻ്റെയൊക്കെ ഒരു പാരമ്പര്യം തിരിച്ചെടുക്കുക എന്നുള്ളത് വളരെ അനിവാര്യമായൊരു കാര്യമാണ്. ഇനിയും വിപുലമായിട്ടുള്ള ചർച്ചകളും പഠനങ്ങളും ഇതിൻ്റെ പേരിലുണ്ടാവണം. എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ, എൻ്റെ വായനാപരിചയം, യാത്രാപരിചയം, ഗുരുനാഥന്മാരുമായിട്ടുള്ള വർത്തമാനങ്ങളിൽ നിന്നുണ്ടായുള്ള ചില പരിചയങ്ങളും, ചിലരെഴുതി വെച്ചിട്ടുള്ള, ഇപ്പോൾ മാർഗി മധുവേട്ടൻ കുറച്ച് കാലം മുമ്പ് എഴുതിയിട്ടുള്ള ഒരു പുസ്തകത്തിലെ കുറച്ച് വിവരങ്ങൾ, അല്ലാതെ ശേഖരിച്ച കുറച്ച് വിവരങ്ങൾ വെച്ചാണ് ഈ ക്ഷേത്രാടിയന്തരങ്ങളൊക്കെ പറഞ്ഞത്. ഇനിയും കൂടുതൽ കാര്യമായിട്ട് ഗവേഷണം ചെയ്യേണ്ട ഒരു വിഷയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.